ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 30-ാം ദിവസവും 31-ാം ദിവസവും ഇത് രണ്ടും കൂടി നമ്മൾ ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഈ 2 ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ആൻഡ് കഴിഞ്ഞ വീഡിയോയിൽ, അതായത് എപ്പിസോഡ് 29 കുറിച്ച് നമ്മൾ സംസാരിച്ച വീഡിയോയുടെ താഴെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അക്ബറും ഷാനവാസും തമ്മിലുള്ള കോൺവെർസേഷനെ കുറിച്ച് എന്തുകൊണ്ട് സംസാരിച്ചില്ല എന്നുള്ളത്. രണ്ടുപേരും തമ്മിത്തല്ലാവുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിയും അതുപോലെ വളരെ അഗ്രസീവായി മുന്നോട്ട് പോകുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് അവർ തമ്മിൽ ഫാമിലിയെക്കുറിച്ച് സംസാരിച്ച് വളരെ ഇമോഷണലായി സംസാരിച്ച ആ കാര്യം നമ്മൾ ഉൾക്കൊള്ളിച്ചില്ല എന്നൊക്കെയായിരുന്നു കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ അത് വിട്ടുപോയതല്ല, വെയിറ്റ് ചെയ്തതാണ്. അതിൻ്റെ കാരണം ഇവരിങ്ങനെ പറയും, പക്ഷേ ആ പറയുന്നത് എത്രത്തോളം പ്രാക്ടിക്കലായി വരുന്നുണ്ട് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ. ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, ലാലേട്ടൻ പറഞ്ഞു, അതുപോലെ ആ ഹൗസിലുള്ളവരുടെ വർത്തമാനത്തിൽ നിന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ടതുമാണ്. അവസാനം അക്ബറിൻ്റെ ഉമ്മ വന്ന് പറഞ്ഞപ്പോഴാണ് അക്ബറിന് കാര്യം മനസ്സിലായത്. ഇത്തവണ വീണ്ടും അവർ തമ്മിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ആണ് ഇവരെ പിടിച്ച് വാൺ ചെയ്തത്. അതിനുശേഷം ഉണ്ടായ കോൺവെർസേഷനും കണ്ണീരും ഒക്കെയാണ് നമ്മൾ കണ്ടത്. ഒബ്വിയസ്ലി ഇവർ ഫാമിലിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് കരയുന്നത് കാണുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും കണ്ണ് നിറയുന്നതാണ്. ഇവരുടെ ഒരു ഹിസ്റ്ററിയെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വരാൻ തോന്നുന്നു. രണ്ടുപേരെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ അഗ്രസീവായി സംസാരിക്കുന്ന, ഓപ്പോസിറ്റുള്ള ആളുടെ അടുത്ത് ആ ഒരു അഗ്രഷൻ കാണിക്കുന്ന ആൾക്കാരാണ്. അതായത് സംസാരിച്ച് നെഞ്ചും വിരിച്ച് അവരുടെ അടുത്തേക്ക് ചെല്ലുകയും, ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആദ്യ ദിവസങ്ങളിലെ ഫൈറ്റ് കാണുമ്പോൾ അവരെ പിടിച്ചു മാറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൊടിക്കും കൂടി അങ്ങോട്ട് പോവുകയാണെങ്കിൽ അതൊരു കട്ട വയലൻസിൽ അല്ലെങ്കിൽ ഇടിയിലൊക്കെ കലാശിക്കും എന്ന് നമുക്ക് ഫീൽ ചെയ്യിപ്പിച്ച കുറേ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോഴും ക്യാരി ചെയ്തു പോകുന്ന ഒരാളെന്ന് പറയുന്നത് ഷാനവാസ് ആണ്. ഷാനവാസ് ഓരോ ആൾക്കാരുടെ അടുത്തും നെഞ്ചു വിരിച്ച് സംസാരിച്ച് എന്നിട്ട് ഈ തോൾ കൊണ്ട് ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കുക, നെഞ്ചു കൊണ്ട് ഇടിച്ച് തെറിപ്പിക്കുക എന്നൊക്കെ പറയുന്ന കാര്യം കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കാര്യം ഈ ശരീരഭാഗം കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിത് കാണുമ്പോഴേ ഇങ്ങനെ ചുമ്മാ ഒന്ന് തട്ടുന്നല്ലേ ഉള്ളൂ, തള്ളുന്നല്ലേ ഉള്ളൂ എന്ന് നമുക്ക് ഫീൽ ചെയ്യുമായിരിക്കും. പക്ഷേ ഒരു സർട്ടൻ ബോഡി വെയിറ്റ് ഉള്ള ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് ഫാസ്റ്റായിട്ട് വന്ന് തട്ടുമ്പോൾ സ്വാഭാവികമായും ആ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ പുറകോട്ട് തെറിച്ച് പോകുന്നത്. അപ്പോൾ അവിടെ വയലൻസ് ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ മോഡ് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള മോഡിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറൻ്റ് ആയതുകൊണ്ട് ആ കുഴപ്പമുണ്ടാവില്ല എന്ന് നമുക്ക് തോന്നും. ആക്ച്വലി അതും വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഷാനവാസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഷാനവാസ് അങ്ങനെ ഈ ശരീരം കൊണ്ട് ഇടിച്ചു തോപ്പിക്കാൻ പറ്റാത്തടുത്ത് വാ കൊണ്ട് വിളിക്കുക, അച്ഛന് വിളിക്കുക, വീട്ടുകാരെ പറയുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പാനിശരത്തിൻ്റെ ഫാമിലിയെ വലിച്ചഴിച്ചുകൊണ്ടുള്ളൊരു ടെക്നിക്ക് പുള്ളി മുമ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ വാണി കിട്ടിക്കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലാക്കുകയും അത് ഡിസ്കണ്ടിന്യൂയും ചെയ്തു. ഇവരുടെ വഴക്കുകളിലൊക്കെ കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ്. അതിപ്പോൾ വാ കൊണ്ട് പറയുന്നതാണെങ്കിലും മറ്റേ നെഞ്ചും വിരിച്ച് ചെന്ന് നിൽക്കുന്നതാണെങ്കിലും ഇതിലൊരു വിട്ടുകൊടുക്കൽ സംഭവിക്കുന്നില്ല. ഒരാൾ ഇപ്പോൾ ഏതൊരു കോൺവെർസേഷനിലും നമ്മൾ ജയിച്ചേ പറ്റുമെന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ചില ഘട്ടങ്ങളിൽ നമുക്ക് ബുദ്ധി കൂടുതലുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യം സമയം വേറെ നല്ല രീതിയിൽ ചെലവഴിക്കണം എന്നുള്ളതുകൊണ്ട് നമുക്ക് വിട്ടുകൊടുക്കാം, വിട്ട് കളയാം. ഇവർ രണ്ടുപേരും വിട്ടുകൊടുക്കുന്നില്ല. ഈ വിട്ടുകൊടുക്കാവുകയും ഫൈറ്റ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റിയും ഈ അഗ്രഷനും ഒക്കെ നമ്മൾ പൊതുവേ കാണുന്നത് പുരുഷന്മാർക്കിടയിലാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ തന്നെ ബിഗ് ബോസിലെ കാര്യം എടുത്ത് നോക്കിയാൽ അവിടെയുള്ള സ്ത്രീകൾക്കിടയിലൊന്നും ഇങ്ങനെ ഒരു ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ദേഷ്യവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ, അസൂയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ അഗ്രഷൻ ഉള്ളിൽ വെച്ചിട്ട് ഒരു അവസരം കിട്ടുമ്പോൾ ആക്രമിക്കുക, അല്ലെങ്കിൽ അത് ഒരിക്കലും വിട്ടുകൊടുക്കാതെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന കാര്യം നമ്മൾ ഇവരിലൊക്കെയാണ് കോമൺ ആയിട്ട് കാണാം. ബിഗ് ബോസിൻ്റെ വാണിംഗ് കണ്ടപ്പോഴും തോന്നിയത് ബിഗ് ബോസ് ഇത് ഇപ്പോഴെങ്കിലും നിർത്തിച്ചല്ലോ എന്നുള്ളതാണ്. കാരണം ഇത് ഏത് കാലത്ത് വാൺ ചെയ്യേണ്ടതായിരുന്നു. ഏത് നിമിഷം ഒരു അടിപൊട്ടും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇതിന് മുമ്പും വന്നിട്ടുണ്ട്. അത് ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇനി കണ്ടിന്യൂ ചെയ്താൽ അതൊരു വയലൻസിലേക്ക് നീളാൻ സാധ്യതയുള്ളതാണെന്ന് തോന്നിയുകൊണ്ടാണ് വിളിപ്പിച്ചതെന്നുള്ളത്. അപ്പോൾ അത് ഇപ്പോഴെങ്കിലും നിർത്തിച്ചല്ലോ എന്ന് പറയുന്ന ഒരു ആശ്വാസമുണ്ട്. ആൻഡ് അതിനുശേഷം അവർക്കിടയിലുള്ള കോൺവെർസേഷനിലെ അതിലെ ബ്യൂട്ടി എവിടെ ഇരിക്കുന്നതെന്നറിയോ? ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ആളെ തളർത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഫാമിലിയായിരുന്നു. ഇപ്പോൾ അച്ഛന് വിളിക്കുക, അല്ലെങ്കിൽ വീട്ടുകാരുടെ കാര്യം പറയുക. ഇപ്പോൾ ജിഷിൻ്റെ ഈ 2 ദിവസത്തെ എപ്പിസോഡൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നിൻ്റെ അച്ചി വീടല്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കുടുംബത്തെ വലിച്ചിഴക്കൽ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് ഓപ്പോസിറ്റ് ഉള്ള ആളെ വേദനിപ്പിക്കാൻ വേണ്ടി, പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി, തളർത്താൻ വേണ്ടിയിട്ടാണ്. ഒന്നെങ്കിൽ അയാൾ അത് കേൾക്കുമ്പോഴേക്കും തളർന്നു പോവുക, ഇനി ഇത് ചെയ്യാതിരിക്കുക, അപ്പം നമ്മുടെ വഴി കൂടുതൽ സുഗമമാവുക. അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് അവൻ തല്ലുക, അതൊരു തല്ലാക്കി മാറ്റുക, അതുവഴി ചിലപ്പോൾ പുറത്താക്കാം, അല്ലെങ്കിൽ തിരിച്ചു തല്ലാം, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാവും. എനിവേ ഫാമിലി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ടാണ് ബിഗ് ബോസിലൊരു കോൺവെർസേഷനിൽ ഫാമിലി എന്ന് പറയുന്ന ഒരു വിഷയത്തെ രണ്ടുപേരിരുന്ന് സംസാരിച്ചത്. അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹേർട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അതേ ഫീലിംഗ് എടുത്തു വെച്ചിട്ട് അതൊരു ഇമോഷണൽ ടോക്കിലേക്ക് വരുന്നത്. രണ്ടുപേർക്കും ഒരു ഹീലിംഗ് ആവശ്യമായിരുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ വഴക്കുകളൊക്കെ നമ്മൾ പുറമെ മറ്റേ കഠിന ഹൃദയം എന്നൊക്കെ കാണിക്കുമെങ്കിലും ഉള്ളിൽ ഒരുപാട് വേദനകളും മുറിവുകളൊക്കെ ഉണ്ടാകുന്നുണ്ടാവും. ആ വേദനകൾക്കും മുറിവുകൾക്കും ഒരു ആശ്വാസമാവുന്നത് പോലെ സംസാരിക്കാൻ അവർക്ക് വീണ്ടും ഫാമിലിയെ ഉപയോഗിക്കാൻ പറ്റി. അതായത് ഫാമിലിയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നത്, കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഹീൽ ചെയ്യാൻ കൂടി ആവാം എന്ന് പറയുന്നൊരു കാര്യം, അത് അവരുടെ കോൺവെർസേഷനിൽ ആ ഒരു ബ്യൂട്ടി ഉണ്ടായിരുന്നു. അച്ഛൻ, അമ്മ എന്നൊക്കെ പറയുന്നത് ഇവർക്ക് എത്രത്തോളം ഇമോഷണലി അവരെ കണക്ട് ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളതും, അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും എത്രത്തോളം
മുറിവുകളെ ഉണക്കാൻ സഹായിക്കുന്നതാണ് എന്നൊക്കെയുള്ളതും നമുക്ക് ആ കോൺവെർസേഷനിൽ കാണാമായിരുന്നു. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ആഡ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചിരുന്നെങ്കിൽ നല്ലതാണ് എന്ന് തോന്നുന്നുണ്ട്. അത് ഈ കുടുംബാംഗങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന മറ്റുള്ളവരുടെ വളരെ മോശം സംസാരങ്ങൾക്കിടയിൽ അക്ബറും ഷാനവാസും അവരെ എതിർത്തുകൊണ്ട് ഈ പറഞ്ഞ അതേ പോയിൻറ്റ്സ് നിരത്തുകയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവരാണല്ലോ വളരെ പബ്ലിക്കായിട്ട് എല്ലാവരുടെയും മുമ്പിൽ ഈ വീട്ടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർ തന്നെ അതിനെ എതിർക്കുന്ന രീതിയിലുള്ള അത്തരം ഇൻസിഡൻസ് കൂടി ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ ഈ കോൺവെർസേഷൻ ഇവരുടെ രണ്ടുപേരുടെ മാത്രം ഇടയിൽ നടന്ന ഒന്നായിട്ട് മാറും. അത് അവിടെ കൊണ്ട് തീരുകയും ചെയ്യും. ബാക്കി ഹൗസ് മേറ്റ്സ് ആരും ഈ പറയുന്ന കോൺവെർസേഷൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു ടോക്ക് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു ഇമോഷണൽ സംഭവം അവിടെ ഉള്ളത് എല്ലാവരും അറിഞ്ഞിട്ടില്ല, എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഒരു വഴക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ വിഷയങ്ങളെയും കൂടി എടുത്തിട്ടുകൊണ്ട് ഇത് എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇത് സ്നേഹമാണല്ലോ, സന്തോഷമാണല്ലോ. മറ്റേ കുത്തിത്തിരിപ്പുകൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ പരന്നു പോകുന്നത് പോലെ ഈ സ്നേഹവും ഒന്ന് പരക്കുന്നത് കണ്ടാൽ സന്തോഷമായിരുന്നു. അതല്ലെങ്കിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ലാലേട്ടൻ ഇവരെ രണ്ടുപേരെയും എണീപ്പിച്ച് നിർത്തി, നിങ്ങൾ രണ്ടുപേരും വളരെ നല്ലൊരു കാര്യം ചെയ്തു, ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞിട്ട് മനസ്സിലാവാത്തൊരു കാര്യം നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇവരുടെ ആ കോൺവെർസേഷൻ്റെ ക്ലിപ്പ് എല്ലാവർക്കും കാണാൻ പാകത്തിന് പ്ലേ ചെയ്യുകയാണെങ്കിൽ അത് ഈ ഹൗസ് മേറ്റ്സിൻ്റെ എല്ലാവരുടെയും പെരുമാറ്റത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ സഹായകരമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡ്സ് വെച്ച് നോക്കുമ്പോൾ അവർ ആ സംസാരിച്ച കാര്യം അവർ ക്യാരി ചെയ്യുന്നുണ്ട്, അത് വിട്ട് കളഞ്ഞിട്ടില്ല, അതൊരു നല്ല കാര്യമാണ്. ഇനിയുള്ള ദിവസങ്ങളിലും അങ്ങനെ തുടരട്ടെ. ആൻഡ് അവരുടെ ഉള്ളിലുള്ള ആ സ്നേഹം എല്ലാവരിലേക്കും പരക്കട്ടെ. കിച്ചൺ വീണ്ടും ഒരു സംസാര വിഷയമായി, അല്ലെങ്കിൽ സംസാരങ്ങൾ ഉണ്ടാവുന്ന ഒരു പ്രഭവ കേന്ദ്രമായി തന്നെ തുടരുകയാണ്. കിച്ചണിൽ ഇപ്പോഴും ഈ എടി പോടി വിളികൾ തുടരുന്നു എന്നുള്ളത് അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബഹുമാനത്തോടു കൂടി പേരുകൾ വിളിച്ച് സംസാരിക്കുക, പ്രകോപിപ്പിക്കണം. പക്ഷേ പ്രകോപിപ്പിക്കുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് താഴ്ത്തി പിടിച്ചിട്ടാവരുത് എന്ന് പറയുന്ന പോലെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ മോശം പദപ്രയോഗങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുകയായിരുന്നെങ്കിൽ കേട്ടിരിക്കാനൊരു സമാധാനം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം നെവിൻ എന്ന് പറയുന്ന ക്യാപ്റ്റൻ്റെ ഒരു സ്ട്രെങ്ത് കാണാൻ പറ്റിയെന്നുള്ളത് അതൊരു അടിപൊളി പ്ലേ ആയിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ അനുമോൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും കിച്ചൺ ടീമിൻ്റെ ഭാഗമായിരുന്നു. അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അപ്പാനി ശരത്ത് അടക്കമുള്ള ക്യാപ്റ്റന്മാർ അതിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അപ്പാനി ശരത്തിൻ്റെ ഒരു ഇടപെടൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, അനുമോളോട് നീ ടീമിൽ നിന്ന് മാറണം, നീ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറയും. പക്ഷേ അനുമോൾ പറയും ഞാൻ കേൾക്കില്ല. അപ്പോൾ അപ്പാനി ശരത്ത് എടുത്ത വൈകി എല്ലാവരോടും പറയുന്നത് ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാനിതൊക്കെ പറഞ്ഞു പോയില്ലേ എന്നുള്ളതാണ്. അയാളിലൊരു സ്ട്രോങ് ക്യാപ്റ്റനെ നമ്മൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അനുമോൾ വീണ്ടും കിച്ചൺ ടീമിൽ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അനുമോൾ കിച്ചൺ ടീമിൽ വരികയും കിച്ചൺ ഒരു പ്രശ്നങ്ങളുടെ കേന്ദ്രമായി മാറുകയും ആളുകൾക്ക് കൃത്യമായ അളവിൽ ആഹാരം കിട്ടാതിരിക്കുകയും ഉണ്ടാക്കി കൊടുത്ത കറി അതൊരു കറിയെന്ന് വിളിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അതിനെക്കുറിച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞു. അപ്പോൾ അതിനെ അനുമോൾ ന്യായീകരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും അനുമോൾക്കൊപ്പം നിന്ന അനുമോളുടെ സുഹൃത്തുക്കൾ വരെ ആയിട്ടുള്ള ആദിലയും നൂറയും അതുപോലെ കിച്ചണിലുണ്ടായിരുന്ന മറ്റാളുകളും ഒക്കെ അനുമോളുടെ ഭാഗത്തുള്ള വീഴ്ചയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. വളരെ ചെറിയ സൈസിൽ ദോശ ഇട്ട് കൊടുക്കുക, പിന്നെ സാമ്പാർ വളരെ മോശമായിട്ടുണ്ടാക്കുക, ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അനുമോൾ ന്യായീകരിക്കുന്നത് ഞാൻ ഇവർക്ക് ഇത്രയും നാൾ ഊട്ടി കൊടുത്തതുകൊണ്ടാണ്, അതിൻ്റെ അഹങ്കാരമാണ്, ഞാനിങ്ങനെ കൊടുക്കരുതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അനുമോൾ എന്തോ മറ്റേ വീട്ടിൽ നിന്ന് ഏർപ്പാടാക്കിയ റേഷൻ അവിടെ എത്തുകയും അതെല്ലാവർക്കും വീതം വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അനുമോളുടെ ഭാഗത്തു നിന്ന് വന്നത് ഒരു വീഴ്ച തന്നെയാണ്. പക്ഷേ ഈ ആഴ്ച ക്യാപ്റ്റൻ നെവിൻ ആയിരുന്നതുകൊണ്ട് നെവിൻ വളരെ സ്ട്രോങ് ആയിട്ട് അനുമോൾ ആ സ്പോട്ടിൽ തൂക്കി. എനിക്ക് ആ അവതരിപ്പിച്ച രീതിയൊക്കെ ഉണ്ടല്ലോ, അവിടെ നമുക്കൊരു ക്യാപ്റ്റനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലീഡറിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അയാൾ വന്ന് പറയുന്നത് ഞങ്ങളിവിടെ ആരും പട്ടികളൊന്നുമല്ല, ഞങ്ങൾക്ക് റെസ്പെക്റ്റാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഈ ടീമിൽ നിൽക്കണ്ട, നിങ്ങളിവിടെ ആരും ഇവിടെ മെയിൻ ഷെഫൊന്നുമല്ല, അങ്ങനെ ഒരു ടൈറ്റിലൊന്നും ഇവിടെ വെച്ചിട്ടില്ല, നിങ്ങൾക്ക് അത് തന്നിട്ടുമില്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് വേഗം പാക്ക് ആയിക്കോളൂ എന്നാണ് പറഞ്ഞത്. ദോശയുടെ വലിപ്പം അനിയന്ത്രിതമായി കുറഞ്ഞു എന്നുള്ളതാണ് ആളുകൾ ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഈ ആകെ കിട്ടുന്നത് 2 ദോശയാണ്. അതിലൊരു ദോശ ചെറുതായി പോയാൽ പോലും, അതുപോലെ 2 ദോശയൊക്കെ ഇത്രയും വലിയ മനുഷ്യന്മാർക്ക് എന്താവാനാണ്? അതിനെക്കുറിച്ച് അനുമോൾ പറയുന്നത് ഇവിടെ ആർക്കും വലിയ പണിയൊന്നും ഇല്ലല്ലോ, ഈ AC മുറിയിൽ അവിടെ ഇവിടെയും കയറി കിടന്നാൽ പോരെ, അപ്പോൾ 2 ദോശ തന്നെ ധാരാളം, 1 ദോശ ആയാലും മതി എന്നൊക്കെയാണ് അനുമോൾ സംസാരിക്കുന്നത്. അനുമോൾ അവർ ഭാഗമായിട്ടുള്ള ഏതോ സിനിമയിലെ അല്ലെങ്കിൽ സീരിയലിലെ ഒരു കഥാപാത്രത്തിനെ ആടി തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത്രയേ ഉള്ളൂ, ഇത്രയേ കൊടുക്കാൻ പറ്റൂ, ഇതിന് ഇത്രയുള്ള പണിയേ ഉള്ളൂ എന്നുള്ളതാണ്. ഷാനവാസ് പിന്നീട് പറയുന്നുണ്ട്. ഷാനവാസും ആദിലെ നൂറയൊക്കെയുള്ള ഒരു കോൺവെർസേഷനിൽ അവർ പറയുന്നുണ്ട് മരുന്ന് കഴിക്കുന്നവരടക്കമുള്ള ഒരു സ്ഥലമാണ്, അപ്പോൾ സ്വാഭാവികമായും നല്ല ഭക്ഷണം കൃത്യസമയത്ത് കൊടുക്കണം, കൃത്യമായ അളവിൽ കൊടുക്കണം, അല്ലാതെ ഇവിടെ പണിയില്ലാത്തതുകൊണ്ട് ഭക്ഷണം കുറച്ച് മതി എന്ന് പറയുന്നത് ന്യായമല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ ഇങ്ങനെ ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുകയും അതുപോലെ ഉണ്ടാക്കി കൊടുത്ത കറി ആ സാമ്പാറിൻ്റെ അകത്ത് നമ്മൾ മുങ്ങിത്തപ്പിയാൽ പോലും നമുക്കൊരു പച്ചക്കറി കഷ്ണം കിട്ടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു. അതെല്ലാവരും അവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അനുമോളുടെ ഒരു ആറ്റിറ്റ്യൂഡും നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവർ ഭക്ഷണം തികഞ്ഞില്ല അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് പരാതിപ്പെടുമ്പോൾ അനുമോൾ അവിടെ അതിലോട് പറയുന്നത് അങ്ങനെ കൊടുത്ത് ശീലിപ്പിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ശീലിപ്പിക്കേണ്ട, അവർ ബഹളം ഉണ്ടാക്കിക്കോട്ടെ എന്നാണ് അനുമോൾ പറയുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനുമോൾ കിച്ചൺ ടീമിൻ്റെ ഭാഗമായിരിക്കുന്നത് എല്ലാവർക്കും ഉള്ള ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല,
എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് കിച്ചൺ ടീം ചെയ്യേണ്ട ജോലി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഒരു വെസൽ ടീം അവർ പറയുകയാണ്, ഇത്രയും പാത്രം ഉണ്ടല്ലോ, നമുക്കൊരു 2 പാത്രം വെച്ച് കഴിക്കാൻ മതി, ഓരോരോ പാത്രം വെച്ച് അവിടെ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? നിങ്ങളെ ഏൽപ്പിക്കുന്ന ജോലി നിങ്ങൾ ഏറ്റവും വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ ഇപ്പോൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ടീമോ അല്ലെങ്കിൽ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ടീം, ഇന്ന സ്ഥലങ്ങളിൽ മണ്ണ് കിടന്നാൽ കുഴപ്പമില്ല എന്ന് ഫ്ലോർ ടീം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക? ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ള ജോലി ചെയ്യുക എന്നുള്ളതാണ്. അല്ലാത്ത ജോലി നിങ്ങൾ ഈ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഏറ്റെടുത്ത് ചെയ്യുകയും അത് ചോദ്യം ചെയ്യുന്ന ആളുകളൊക്കെ അവർ കിടന്ന് ബഹളം വെക്കട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ അതിനെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് വളരെ മോശമാണ്. പ്രത്യേകിച്ച് അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കാണിക്കുമ്പോൾ. അതാണ് നെവിൻ പറയുന്ന ഡയലോഗ്, ഞങ്ങളിവിടെ പട്ടികളല്ലാന്ന്. നിങ്ങൾക്ക് തോന്നിയ അളവിൽ തരിക അല്ലെങ്കിൽ നിങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുക എന്നുള്ളതല്ല. ആദില സൂചിപ്പിക്കുന്നത് ഈ ആഴ്ചയാണ് ഏറ്റവും കൂടുതൽ റേഷൻ വന്നിട്ടുള്ള ആഴ്ച എന്നുള്ളതാണ്. കാരണം ആളുകളുടെ എണ്ണം കൂടിയതും ഒക്കെ ഒരു ഘടകമായിരിക്കാം. അങ്ങനെ വന്നിട്ടുള്ളപ്പോൾ ഇത്രയും കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം എന്താണ്? അവിടെ ഇതിനു മുമ്പും ആഹാരം കുറയുകയും വളരെയധികം കൺട്രോൾ ചെയ്ത് ആഹാരം കഴിക്കുകയും ചെയ്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ചെയ്യാത്ത മനസാക്ഷിയില്ലാത്ത ആളുകളല്ല അവിടെ ഉള്ളത്. ഈ ബിഗ് ബോസ് ഹൗസിലെ റേഷൻ എന്ന് പറയുന്നത് അത് അനുമോൾക്ക് കൊടുത്തിട്ട് അനുമോളെ ആവശ്യം പോലെ എല്ലാവർക്കും കൊടുത്തേക്കൂ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നതല്ല. അവിടെ താമസിക്കുന്ന ഓരോ ആളുകളുടെയും അവകാശമാണ്. അവർ കൃത്യമായി ടാസ്ക് ഒക്കെ ചെയ്യുന്നതുകൊണ്ട്, അവർ ഓരോ പരിപാടിയിലും പങ്കെടുക്കുന്നതുകൊണ്ട് ഒക്കെ അവർക്ക് അവകാശമായി കൊടുക്കുന്ന സാധനമാണ്. അതിവിടെ ഫിൽട്ടർ ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ നിൽക്കുക എന്ന് പറയുന്നത് അത് അവരുടെ അവകാശത്തെ ഹനിക്കുന്നത് പോലൊരു പരിപാടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ നെവിൻ ആസ് എ ക്യാപ്റ്റൻ എടുത്ത ഡിസിഷൻ, അത് അയാൾ നടപ്പിലാക്കിയ രീതിയൊക്കെ ഗംഭീരമായിരുന്നു. പക്ഷേ അപ്പോഴൊരു ചോദ്യം ബാക്കിയാണ്, അനുമോൾ എങ്ങനെയാണ് മൂന്നാമതും കിച്ചൺ ടീമിൻ്റെ ഭാഗമായി വരുന്നത്? ഇതിനു മുമ്പ് വന്ന 2 വട്ടവും അവർ ഈ കിച്ചൺ ടീമിൻ്റെ ഭാഗമായതിനെ തുടർന്ന് ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടായതാണ്. ലാസ്റ്റ് ടൈം ക്യാപ്റ്റൻ്റെ ഓർഡറൊന്നും അനുസരിക്കുന്നില്ല എന്നുള്ള ഒരു കംപ്ലയിൻറ്റും വന്നിട്ടുള്ളതാണ്. എന്നിട്ടും നെവിൻ എന്തിനായിരിക്കും, നെവിനാണല്ലോ ടീമിനെയൊക്കെ തീരുമാനിക്കുന്നത്, അപ്പോൾ നെവിൻ എന്തിനായിരിക്കും അനുമോളെ കിച്ചൺ ടീമിൽ ഇട്ടിട്ടുണ്ടാവുക? അത് നെവിൻ ആസ് എ ഗെയിമർ നമ്മൾ നോക്കുമ്പോൾ പുള്ളി കുറച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ തെളിയിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ നോക്കുമ്പോൾ അനുമോൾ കഴിഞ്ഞ ആഴ്ച കിച്ചൺ ടീമിൽ വന്നിട്ട് മുട ഇറക്കിയതാണ്. അപ്പോൾ ഇപ്രാവശ്യവും അവരെ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും. പക്ഷേ അവർ പ്രശ്നം ഉണ്ടാക്കട്ടെ. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ക്യാപ്റ്റൻ്റെ പവർ എന്താണ്, എൻ്റെ പവർ എന്താണ് എന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറയുന്ന ഒരു പ്ലാനിൻ്റെ ഭാഗമായി അനുമോളെ ഈ ടീമിൻ്റെ ഭാഗമാക്കിയതായിരിക്കാം. കാരണം അനുമോൾ ടീമിൻ്റെ ഭാഗമാവുന്നു, ഇവിടെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആസ് എ ക്യാപ്റ്റൻ നെവിൻ ഇടപെടുന്നു, അനുമോളെ ടീമിൽ നിന്ന് മാറ്റി എന്നുള്ളത് പ്രാവർത്തികമാക്കുന്നു. അവിടെയാണ് നെവിൻ കയ്യടി വാങ്ങിക്കുന്നത് ആസ് എ ഗെയിമർ, ആസ് എ ക്യാപ്റ്റൻ. നെവിൻ ഇതിനിടയ്ക്ക് അനുമോളുടെ നെഞ്ച് പൊട്ടുന്ന ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിസേലിനെ കമ്പയർ ചെയ്യുമ്പോൾ നീ അത്ര ഓക്കെ ഒന്നുമല്ല, ഭക്ഷണം സ്നേഹത്തോടെ വിളമ്പാൻ പഠിക്കണം എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പിന്നീട് അനുമോളും ജിസേലും തമ്മിലൊരു കോൺവെർസേഷൻ വരുന്ന സമയത്തും അനുമോൾ എന്ന് പറയുന്നത് മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഹൗസിലുള്ള എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുക്കാൻ ഒരൊറ്റ പെണ്ണ് മതി, ഞാൻ മതി എന്നാണ് അനുമോൾ പറയുന്നത്. ഇതിപ്പോൾ അനുമോൾ ഇന്നുണ്ടാക്കി കൊടുത്ത ഈ ഒരു എപ്പിസോഡിൽ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണത്തിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു ദോശയോ അര ദോശയോ ഒക്കെ വെച്ച് 16 പേർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ 8 ദോശ ഉണ്ടാക്കി കൊടുത്താൽ അനുമോൾ സെറ്റായി. അങ്ങനെ ഒരു ആംഗിളിലാണ് അനുമോൾ ഇത്രയും പേർക്ക് വെച്ച് വിളമ്പാൻ ഞാനൊരാൾ മതി, കാരണം 8 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി 18 പേർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അനുമോളുടെ ആ ഒരു സ്ട്രാറ്റജി എങ്കിൽ ഉറപ്പായിട്ടും ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അനുമോൾ മതി. അതല്ലെങ്കിൽ ആ ഡയലോഗ് അടിച്ചിട്ട് ഇപ്പം ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ജിസേൽ ചോദിക്കുന്നത് പല സാഹചര്യത്തിൽ വന്നിട്ടുള്ള ആളുകളാണ്. ചിലർ 2 ദോശ കഴിച്ചാൽ തൃപ്തിയാവുന്നവരുണ്ടാവും, ചിലർക്ക് 4 5 ദോശ വേണ്ടി വരും. പല രീതിയിൽ ആഹാരം കഴിച്ച് ശീലിച്ചിട്ടുള്ള പല സാഹചര്യത്തിലുള്ള ആളുകൾ അവിടെയുണ്ട്. നമ്മൾ ഓരോരുത്തരെയും കൺസിഡർ ചെയ്യണം ആഹാരം കൊടുക്കുമ്പോൾ. ശരിയാണ്, നമ്മൾ ജിസയിൽ കിച്ചൺ ടീമിൻ്റെ ഭാഗമായിട്ടുള്ള ദിവസങ്ങളിൽ നോക്കുകയാണെങ്കിൽ വിശന്ന് വരുന്ന ആളുകൾക്ക് അത് ഒരു വട്ടം ശാരീരികയോ ശരീരികയോ ആണ് അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഭക്ഷണം തികഞ്ഞില്ല എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ ജിസയിൽ കഴിക്കുന്നതിന് മുമ്പ് അവരുണ്ടാക്കിയ ആഹാര സാധനം ഞങ്ങൾക്ക് തന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അവനവൻ കഴിക്കാതെ എല്ലാവർക്കും കൊടുക്കുന്ന നന്മ എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ ആഹാരം കഴിക്കാൻ വന്നിരിക്കുന്ന ആളുകൾ അവർക്ക് നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് വെച്ച് വിളമ്പുക എന്നുള്ളതാണ് കിച്ചൺ ടീമിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അല്ലാതെ അതിനൊരു കണക്ക് വെച്ച് വെട്ടിമുറിച്ച് അങ്ങനെ കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് ജിസയിൽ പറയുന്നത്. പക്ഷേ അനുമോളുടെ ആറ്റിറ്റ്യൂഡിൽ പിന്നീടും വലിയ മാറ്റം വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഈ കോൺവെർസേഷൻസ് ഒക്കെ കഴിയുമ്പോഴും. അനുമോളെയും ലക്ഷ്മിയും കിച്ചണിൽ നിന്ന് ബാത്റൂം ടീമിലേക്ക് ഇട്ട് കഴിഞ്ഞ സമയത്ത് എനിക്കിതിൻ്റെ കാരണം പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്നാണ് ജിഷിൻ പറയുന്നത്. അപ്പോൾ ജിഷിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാരണം നെവിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് റെസ്പെക്റ്റ് വേണം, ഭക്ഷണം റെസ്പെക്റ്റ്ഫുള്ളി വിളമ്പേണ്ട ഒന്നാണ് എന്ന് ഓർമ്മപ്പെടുത്തിയതിനു ശേഷം ജിഷിനെയും കൂടി ചേർത്ത് നേരെ ബാത്റൂം ടീമിലേക്ക് തട്ടുകയാണ്. അതിനുശേഷം ഒനീലിനെയും ജിസേലിനെയുമാണ് നെവിൻ കിച്ചൺ ടീമിലേക്ക് ആഡ് ചെയ്യുന്നത്. നെവിൻ്റെ തീരുമാനം കിച്ചൺ ടീം നന്നായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എന്ന് നമ്മൾ പരിഗണിക്കുമ്പോൾ തീരുമാനം ഫലവത്തായി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് ഉള്ള എപ്പിസോഡിലൊന്നും നമ്മൾ ഈ കിച്ചൺ ടീമിനെ കുറിച്ചുള്ള പരാതി, പരിഭവം, കിട്ടിയില്ല, വാങ്ങിയില്ല, ഇങ്ങനെയുള്ള ഒന്നും തന്നെ കേൾക്കുന്നില്ല. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. പക്ഷേ പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒനീലിനെ പിന്നെ ആരും കണ്ടിട്ടില്ല.
ഒനിയിൽ ഈ കിച്ചണിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ മറ്റേ വെള്ളത്തിലേക്ക് ചാടുന്ന ആമയെ പോലെയാണ്. പുള്ളി അങ്ങ് മുഴുകാണ് അതിനകത്തേക്ക്. ആ കിച്ചണിൽ നിന്നുകൊണ്ട് കണ്ടൻറ്റ് കൊടുക്കുക എന്ന് പറയുന്ന കാര്യം ഒനിയിലിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു പുള്ളി അതൊരു തെറാപ്പി ആയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. കാരണം കിച്ചണിൽ കയറിയതിന് ശേഷമുള്ള ഒനിയിൽ ഈ ഗ്രൂപ്പായിട്ടുള്ള ഡിസ്കഷനൊക്കെ വന്നിരിക്കുന്ന സമയത്താണെങ്കിലും അധികം ശബ്ദം ഉയർത്തി കാണുന്നില്ല. പുള്ളിക്ക് കിച്ചൺ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി എല്ലാം മറക്കും, ഗെയിമും മറക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു സാഹചര്യമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കിച്ചണിൽ നിന്നുകൊണ്ട് ഗെയിം കളിക്കുക എന്ന് പറയുന്നൊരു കാര്യം അതുകൂടി ഒനിയിലൊന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കിച്ചൺ നന്നായി നടക്കുമ്പോൾ ഒനിയിലിൻ്റെ ശബ്ദം അവിടെ ഇല്ലാതാവുന്നു എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. ഇതിനിടയിൽ അനിമോൾക്ക് സംഭവിക്കുന്ന ഒരു ചേഞ്ച് അത് വളരെ വിസിബിളായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം പയ്യെ പയ്യെ ഇല്ലാതാവുന്നുണ്ട്. അങ്ങനെ ഇല്ലാതാവുമ്പോഴേക്കും ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് അനിമോൾ മാറുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയിലും കണ്ടൻറ്റ് കൊടുക്കാനുള്ള ഒരു ശ്രമം അനിമോളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ കിച്ചണിലുണ്ടായ 30-ാം ദിവസം കിച്ചണിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് ഇപ്പോൾ നെവിൻ വന്ന് ഈ ടീം മാറ്റുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും അനിമോൾ അവിടുന്ന് അപ്രത്യക്ഷമാവുകയാണ്. അനിമോൾ അവിടുന്ന് പോയതിന് ശേഷവും അവിടെ ചർച്ചകളും ബഹളവും ഒക്കെ നടക്കുന്നുണ്ട്. അനിമോൾ എങ്ങോട്ടാണ് പോയത്? മുമ്പായിരുന്നെങ്കിൽ ശൈത്യ ഇരിക്കുന്നിടത്ത് പോകും, അല്ലെങ്കിൽ ശൈത്യയും വിളിച്ചുകൊണ്ട് പോകും. എടാ നിനക്കറിയാവോ ഞാൻ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ശൈത്യയോട് ചോദിക്കുന്നു. ഇപ്പോൾ ശൈത്യ ഇല്ല, ശൈത്യ കളം മാറ്റി ചവിട്ടി. ആദില നൂറയാണെങ്കിൽ അവരെ വിളിച്ചോണ്ടല്ല അനിമോൾ പോയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ വർത്തമാനങ്ങളിൽ നിന്നൊക്കെ അനിമോൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആദിലയും നൂറയും ഒക്കെ പോയിൻറ്റ്സ് വെച്ച് തന്നെ തിരുത്താൻ ഉള്ള സംസാരത്തിലേക്ക് എത്തി തുടങ്ങി എന്നുള്ളത്. എന്തായാലും അനിമോൾ ഒറ്റയ്ക്ക് പുറത്തു പോയിരുന്ന് സംസാരിക്കുകയാണ്. ഞാൻ മുമ്പ് ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ഇതിനു മുമ്പും ടീമിലുണ്ടായിരുന്നു, അപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്ന പരിഭവം ക്യാമറ ഉള്ളിടത്ത് വന്നിരുന്ന് ഒറ്റയ്ക്കിരുന്ന് പറയുകയാണ്. ഈ പറയുന്നത് എന്തിനാണ്? ഇപ്പോൾ അനിമോൾക്ക് വലിയ വിഷമമുണ്ടെന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ നമുക്കും വിഷമമുണ്ടെങ്കിൽ നമ്മൾ ആ വിഷമമായിട്ട് ചിലപ്പോൾ എവിടെയെങ്കിലും പോയിരിക്കും. എന്നിട്ട് മനസ്സിലാണ് പറയുക, വാഗുകൊണ്ട് ഇത് പുറത്തേക്കല്ല പറയുക. പുറത്തേക്ക് പറയുന്നുണ്ടെങ്കിൽ അത് മറ്റാരെങ്കിലും കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അനിമോളെ സംബന്ധിച്ച് അതൊരു കണ്ടൻറ്റായി. അനിമോൾ ബിഗ് ബോസിന് കണ്ടൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കിട്ടിയ പൈസക്കുള്ള ജോലി ചെയ്യാൻ വേണ്ടി വന്ന ആളാണല്ലോ. അപ്പോൾ അങ്ങനെ ബിഗ് ബോസിന് കണ്ടൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ പരിഭവങ്ങളൊക്കെ ഇപ്പോൾ ഒറ്റയ്ക്കിരുന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒറ്റപ്പെടൽ വളരെ സ്ട്രോങ് ആയി വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് പിന്നീട് അങ്ങോട്ട് വന്ന 4 പേർ. അതിൽ 2 പേർ വൈൽഡ് കാർഡ് എൻട്രീസ് ആയിട്ട് വന്ന മസ്താനിയും പ്രവീണുമാണ്. ഇവർ 2 പേരും അനിമോൾക്കൊരു സപ്പോർട്ട് അവർ കിച്ചൺ ടീമിൻ്റെ ഭാഗമായിട്ട് നിന്ന സമയത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. മസ്താനി വന്നിറങ്ങിയപ്പോൾ മുതൽ അനിമോൾക്കുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്ത് അനിമോളുടെ കളി എങ്ങനെ മെച്ചപ്പെടുത്തുക എന്നുള്ള ഇൻപുട്സ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആദിലയും നൂറയും കഴിഞ്ഞ ആഴ്ചയിൽ ഈ വൈൽഡ് കാർഡ് എൻട്രീസ് വരുന്നത് വരെയുള്ള അനിമോളുടെ വളരെ ക്ലോസ് ആയി നിന്ന 2 പേരാണ്. ഈ 4 പേരും അനിമോൾ ഇരിക്കുന്നിടത്ത് വന്നതിന് ശേഷം അനിമോൾ പറയുന്ന പരിഭവങ്ങൾ, പരാതികൾ, ഇതിനൊക്കെ കൃത്യമായ ഫാക്റ്റ് വെച്ചുള്ള മറുപടി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ താൻ പറയുന്നതൊക്കെ കേട്ട് തൻ്റെ ഒപ്പം സാരമില്ല അനിമോളെ എന്ന് പറഞ്ഞിരിക്കേണ്ട ആളുകൾ ഓപ്പോസിറ്റ് പറയാൻ തുടങ്ങി. അനിമോൾ എങ്ങനെ സഹിക്കും? അനിമോൾ അപ്പം തന്നെ ഇതിനൊന്നും മറുപടി കൊടുക്കാൻ പറ്റാതെ ആ കൂട്ടത്തിൽ നിന്ന് എണീറ്റ് വീണ്ടും ഒറ്റയ്ക്ക് മാറിയിരിക്കുകയാണ്. അനിമോളെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫാമിലിയെ പറഞ്ഞ് പുച്ഛിക്കുക, അല്ലെങ്കിൽ ഒരു സ്ത്രീ പുരുഷ ബന്ധമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സദാചാര എലമെൻറ്റ് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു കൃത്യമായ ഫാക്റ്റ് പറഞ്ഞ് ആർഗ്യൂ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അനിമോൾ അവിടുന്ന് മുങ്ങും. ഒന്നെങ്കിൽ കരയും, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കും, അല്ലെങ്കിൽ കൂട്ടിന് ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോയി ഇരുത്തിയിട്ട് സെൻറ്റിമെൻറ്റ്സ് പറയും. ഇതാണ് അനിമോൾ ചെയ്തുകൊണ്ടിരുന്ന സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജിയിൽ ഒരു വലിയ ചേഞ്ച് സംഭവിച്ചു തുടങ്ങി എന്നുള്ളതും ഈ 2 ദിവസങ്ങളിൽ എവിഡൻ്റ് ആണ്. അതിൽ 2ാമത്തെ ദിവസത്തേക്ക് വരുമ്പോൾ അനിമോളെ മ്യൂട്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കോൺവെർസേഷനിലൊക്കെ വളരെ വ്യക്തമാവുന്ന മറ്റൊരു കാര്യം, ആദില വളരെയധികം എഫേർട്ട് എടുത്ത്, അതായത് വളരെ കോൺഷ്യസ് ആയി അനിമോളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുക, അനിമോളെ ചോദ്യം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഷാനവാസുമായിട്ടുള്ള ആദിലയുടെ ഒരു ഡിസ്കഷൻ ഉണ്ട്. ആ ഡിസ്കഷൻ്റെ സമയത്ത് ആദില പറയുന്നത് നൂറ വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുകയും അതുപോലെ തന്നെ പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്, ഒരുപാട് ആലോചിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അവളുമായിട്ട് ഇപ്പോൾ ഗെയിം ഡിസ്കസ് ചെയ്യാറില്ല. അവരുടെ ഗെയിം അവർ ചെയ്യുക, ഞാൻ എൻ്റെ ഗെയിം കളിക്കുക. പക്ഷേ നൂറെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ അത്ര സ്ട്രോങ് ഒന്നുമില്ല, പുറമേ കാണിക്കുന്ന ഈ ഒരു കാര്യമൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഗെയിം കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് ശൈത്യയുമായിട്ടാണ്. കാരണം ശൈത്യയ്ക്ക് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റും. ശൈത്യ ഒരു സമയത്ത് നിന്ന പൊസിഷനിലാണ് ഇപ്പോൾ ആദില നിൽക്കുന്നത്. ആൻഡ് ആദിലയ്ക്ക് അനിമോളുടെ ഗെയിം ഓൾമോസ്റ്റ് ഒക്കെ മനസ്സിലായിട്ടുണ്ട്. എന്താണ് ഇവർ ചെയ്യുക? ഇവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് മുഴുവൻ തിരിച്ചു വെക്കുന്നത് പോലെ സംസാരിച്ച് കളയും. പിന്നീട് നമ്മളെ തള്ളിപ്പറയുമ്പോൾ അതിൻ്റെ കൂടെ ചെയ്യാത്ത കുറ്റങ്ങളും കൂടി വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അനിമോൾക്കൊപ്പം നടക്കുക എന്ന് പറയുന്നത് ഒരു മോശം സ്ട്രാറ്റജി പോലെ, തൻ്റെ ഐഡിയോളജിക്കൊക്കെ വളരെ എതിരാവുന്നത് പോലെയുള്ളൊരു കാര്യമാണ്. ഇപ്പോഴാണ് ആദിലയ്ക്ക് ആ ഒരു ബോധ്യം വന്ന് തുടങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആദില ചോദിക്കുന്ന പോലെ, ഇവിടുന്ന് നാളെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അനിമോളുടെ സാരിത്തുമ്പിലായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ചാൽ എന്ത് മറുപടി പറയും? അപ്പോൾ അങ്ങനെ സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക, അതുപോലെ അനിമോളുടെ ഭാഗത്തുണ്ടാകുന്ന തെറ്റുകളെ
ഒരു എഫേർട്ട് ഇട്ട് തിരുത്തുക എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം ആദിൽ ചെയ്യുന്നുണ്ട്. കാരണം അനുമോൾ ഈ അടുക്കള പ്രശ്നത്തിൽ വഴക്കിട്ട് വന്നിരിക്കുന്ന സമയത്ത് ആദിൽ ചോദിക്കുന്നത്, നീ വീട്ടിൽ കൊടുക്കുന്നത് പോലെ ഫുഡ് കൊടുക്കുമെന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ നീയാണ് വഴക്കുണ്ടായ സമയത്ത് വീട്ടിലെ പോലെ വിളമ്പാൻ പറ്റില്ല എന്ന് ഇവിടെ പറഞ്ഞത്. നമ്മൾ വീട്ടിലാണെങ്കിൽ വയറ് നിറച്ചല്ലേ ഭക്ഷണം കഴിക്കുക, പിന്നെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ആദിൽ ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നത് ഇവിടെ റേഷൻ അല്ലേ എന്നാണ്. ആദിലാണ് വളരെ വാലിഡ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ആ ഡിസ്കഷൻ്റെ ഇടയ്ക്ക് നെവിൻ ചോദിക്കുക പോലും ചെയ്യാതിരുന്ന ഒരു കാര്യമാണ്, ഇത്തവണ ഏറ്റവും കൂടുതൽ റേഷൻ കിട്ടിയ ഒരു വീക്ക് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അനുമോൾ പറയുന്നത് എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം നമുക്കും അറിയാം അനുമോൾ അത് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ല അതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അനുമോളുടെ ഭാഗത്തുള്ള എല്ലാ വീഴ്ചകളൊക്കെ തുറന്നു വരുമെന്നുള്ളത്. ആദില അതിന് കൊടുക്കുന്ന മറുപടി, നിനക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമുണ്ടാവില്ല, കാരണം നീ മുട്ടിപ്പോവും എന്നുള്ളതാണ്. ഇതും കൂടി കേട്ട് കഴിയുമ്പോൾ അനുമോൾക്കെന്നല്ല ആർക്കായാലും ഇച്ചിരി കള്ളത്തരം കാണിച്ചിട്ട് പിടിക്കപ്പെടുന്നതിൻ്റെ സങ്കടം ഉണ്ടാവും. അങ്ങനെയാണ് പുള്ളിക്കാരി മാറിയിരുന്നിട്ടുണ്ടാവുക. പക്ഷേ ആദിലയുടെ ഈ ഒരു എഫേർട്ട്, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഗെയിമറായി മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട്, അത് നല്ലതാണ്. അത് കഴിഞ്ഞ് പണിപ്പുര ടാസ്ക്, ഈ 30th ഡേയിൽ പണിപ്പുര ടാസ്ക് ആരംഭിക്കുകയാണ്. അപ്പോൾ പണിപ്പുരയിൽ ആദ്യം കയറുന്ന വൈൽഡ് കാർഡ് എൻട്രീസ്, ഈ വൈൽഡ് കാർഡ് എൻട്രീസും അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്ന ബാക്കി ആളുകളും തമ്മിൽ ഈ 2 ഗ്രൂപ്പായി നിന്നുള്ള മത്സരങ്ങളുണ്ട്. രണ്ട് ടീമായിട്ട് തന്നെ നിൽക്കുകയാണ്. ബിഗ് ബോസ് അങ്ങനെ തന്നെയാണ് ഇവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കുന്നതും. അങ്ങനെ കഷ്ടപ്പെട്ട് പണിപ്പുരയിൽ കയറാനുള്ള അവകാശമൊക്കെ സ്വന്തമാക്കിയ ശേഷം ഇവർ പണിപ്പുരയിലേക്ക് കയറി പുറത്തേക്ക് ഇറങ്ങുന്ന സമയം, ഇവർ പുറത്തേക്ക് ഇറങ്ങുന്ന അതേ സമയത്ത് തന്നെയാണ് അവിടെ ബസർ അടിച്ചിട്ടുള്ളത്. സോ ബസറിന് മുമ്പ് പുറത്തെത്തണം എന്ന് പറയുന്നൊരു നിയമത്തെ മുൻനിർത്തിക്കൊണ്ട് വേണമെങ്കിൽ ഒരു എക്സെപ്ഷൻ കൊടുക്കാൻ ഈ ബാക്കിയുള്ള ടീം അംഗങ്ങളാണ് നോക്കേണ്ടത്, ഇവർ കൃത്യസമയത്ത് പുറത്തെത്തിയോ ഇല്ലയോ എന്നുള്ളത്. ക്യാപ്റ്റനാണ് അത് ബിഗ് ബോസിനോട് പറയേണ്ടിയിരുന്നത്. വേണമെങ്കിൽ അവർക്കൊരു എക്സെപ്ഷൻ കൊടുക്കാൻ, കാര്യം മുമ്പ് പണിപ്പുര ടാസ്കിൽ കയറിയ സമയത്ത് ഇവരും ഇതുപോലെ ബസർ അടിച്ചതിന് തൊട്ടടുത്ത മൊമെൻറ്റിൽ ഇറങ്ങി വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് ഈ ടീംമേറ്റ്സ് എല്ലാം പറയുന്നത് പോലെ അവരുടെ റേഷന് വേണ്ടിയിട്ടാണ്, അവർക്ക് കഴിക്കാനുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അന്ന് അവർ അങ്ങനെ ഒരു പരിപാടി, ഒരു എക്സെപ്ഷൻ സ്വയം ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പണിപ്പുര ടാസ്കിൻ്റെ ഭാഗമായി അകത്ത് പോയിട്ടുള്ള ആളുകൾ എടുക്കുന്നത് അവരുടെ പേഴ്സണൽ തിങ്സും അതിനോടൊപ്പം ഈ എക്സിസ്റ്റ് ചെയ്യുന്ന മറ്റ് മെമ്പേഴ്സിനുള്ള പണികളുമാണ്. അതിൽ കുറച്ച് ബോംബ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പണികളും കൂടിയാണ് പുറത്തേക്ക് എടുക്കുന്നത്. സോ അതിനൊരു ഗെയിമായി നോക്കി കാണുന്ന സമയത്ത് ഈ പണിപ്പുര ടാസ്കിൽ നിന്ന് അവർ പുറത്തിറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ബസർ അടിച്ചിട്ടുണ്ടെങ്കിൽ അവരെടുത്ത മുഴുവൻ സാധനങ്ങളും ക്യാൻസൽ ചെയ്ത് അത് തിരിച്ച് പണിപ്പുരയിലേക്ക് തന്നെ എടുത്തു വെക്കാൻ ക്യാപ്റ്റന് അധികാരമുണ്ട്. നെവിൻ ആസ് എ ക്യാപ്റ്റൻ പുള്ളിക്ക് ആ കാര്യത്തിലൊരു സംശയം ഉണ്ടായിരുന്നു. അവർ ഇറങ്ങിയ സമയത്ത് തന്നെയല്ലേ ബസർ അടിച്ചത്, എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് നെവിന് ബാക്കിയുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും നെവിൻ മറ്റ് ടീം അംഗങ്ങളുടെയും കൂടി അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് ആരും ബസർ അടിക്കുന്നതിന് മുമ്പ് പുറത്തെത്തിയിട്ടില്ല എന്ന് പറയുകയും എല്ലാവരും അവരവരുടെ സാധനങ്ങൾ തിരിച്ചു വെക്കുകയും വേണമായിരുന്നു. പക്ഷേ ഇതിൽ ജിഷിൻ മാത്രമാണ് തനിക്ക് കിട്ടിയ സാധനങ്ങൾ തിരിച്ചു വെക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരുന്നത്. ബിഗ് ബോസ് പറയട്ടെ എന്നാണ് ജിഷിൻ പറയുന്നത്. ഈ ബിഗ് ബോസ് പറയട്ടെ ന്യായം ഇതിനു മുമ്പ് അനുമോളും ഇറക്കിയിട്ടുള്ളതാണ്. അവിടെ ഒരു ക്യാപ്റ്റനുണ്ട്, ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കുക, അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളതിന് പകരം ഇത് ബിഗ് ബോസ് നേരിട്ട് പറഞ്ഞാലേ പറ്റുള്ളൂ. അതായത് ഏത് കാര്യം, അക്ബർ പിന്നീട് അത് ചോദിക്കുന്നുണ്ട്, ഏത് കാര്യം വന്നു കഴിഞ്ഞാലും ബിഗ് ബോസ് രണ്ടാമത് പ്രത്യേകം വിളിച്ച് പറഞ്ഞാലേ ഇവൻ അനുസരിക്കുള്ളൂ എന്ന് പറയുന്ന ആ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. എന്തായാലും അത് ടീംമേറ്റ്സ് ആരും അംഗീകരിച്ചില്ല. അയാളുടെ സാധനങ്ങൾ വീടിനകത്തേക്ക് കയറ്റാനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്തൊക്കെ ജിഷിൻ്റെ ഭാഷയായിരുന്നു പ്രശ്നം. ജിഷിൻ ഒരു വാശി പിടിച്ചിരിക്കുകയാണ്, അങ്ങനെ അത് അകത്തേക്ക് കയറ്റാൻ ശ്രമിക്കുന്നു. ബിഗ് ബോസ് പറഞ്ഞിട്ട് വീണ്ടും അത് തിരിച്ച് പണിപ്പുരയിൽ കൊണ്ടുവെക്കുന്നു. അതിലൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊരു വാശി, ഗെയിം സ്പിരിറ്റ് ഒക്കെ ആവാം. പക്ഷേ ജിഷിൻ അവിടെ ഉപയോഗിച്ച ഭാഷ, അക്ബറിനെ കുറിച്ച് പറയുന്നത് ആ നാറി എന്നാണ്. അങ്ങനൊരു വാക്കൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ ഫാമിലി ഓഡിയൻസ് ഒക്കെ ഇരുന്ന് കാണുന്ന ഒരു പ്രോഗ്രാമിൽ സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ടുള്ള ഈ വഴക്കുകളും ഇതുപോലെയുള്ള വാക്കുകളൊക്കെ കേട്ട് ശീലമായിട്ടുള്ള നമുക്ക് ചിലപ്പോൾ കുഴപ്പമില്ലാത്ത ലാംഗ്വേജ് ആണല്ലോ എന്ന് തോന്നുമായിരിക്കും. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടൊന്ന് ചിന്തിച്ച് നോക്കണം. ആ നാറി എന്നുള്ള വാക്ക്, ആൻഡ് അവൻ്റെ അച്ചിവീടല്ല, ഈ അച്ചിവീട് എന്നുള്ളത് 2-3 തവണ ഇയാൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതൊരു പാട്രിയാർക്കൽ സിസ്റ്റത്തിൻ്റെ ബൈ പ്രോഡക്റ്റും കൂടിയാണ്. അതിലേക്ക് നമ്മൾ പോകുന്നതിനേക്കാൾ ഈ മോശം ഭാഷയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കേണ്ടത്. അങ്ങനെ ഒരു മോശം ലാംഗ്വേജ് അയാൾ കണ്ടിന്യൂസ്ലി ഉപയോഗിക്കുന്നു എന്നുള്ളത് അത് തീർച്ചയായിട്ടും ബിഗ് ബോസ് തന്നെ ഇടപെട്ട് നിർത്തിക്കേണ്ടതാണ്. തൊട്ടടുത്ത പണിപ്പുര ടാസ്കും ഇതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ബിഗ് ബോസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അകത്തിരിക്കുന്ന പേഴ്സണൽ തിങ്സിൻ്റെ കൂടെ അവിടെയുള്ള മറ്റ് മെമ്പേഴ്സിനുള്ള പണികൾ കൂടി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഇവർക്ക് 20 സെക്കൻഡ് കിട്ടും അകത്ത് കയറാൻ വേണ്ടിയിട്ട്. ആർക്ക്? വൈൽഡ് കാർഡ് എൻട്രീസിന്. അവർ അകത്ത് കയറി അവരുടെ കണ്ണ് കെട്ടിയ ശേഷം അവർക്ക് സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാം എന്നുള്ളതായിരുന്നു കൊടുത്ത ടാസ്ക്. അപ്പോൾ നെവിനാണ് ഇവരുടെ കണ്ണ് കെട്ടാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറേണ്ടത്. നെവിൻ ഒരു സഹായിയെ കൂടി ചൂസ് ചെയ്യാമായിരുന്നു. നെവിൻ സെലക്ട് ചെയ്തത് ബിന്നിയായിരുന്നു. ബിന്നിക്ക് ഈ പണിപ്പുര റൂമിനകത്തുള്ള എക്സ്പീരിയൻസ് വളരെ കുറവാണ്. അക്ബറിനെ പോലെയുള്ള ആളുകളൊക്കെ ഒരുപാട് വട്ടം പണിപ്പുര ടാസ്ക് ചെയ്തിട്ടുള്ളതാണ്. പണിപ്പുരയുടെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതെങ്ങനെയാണ് എന്നൊക്കെയുള്ള കൃത്യമായ ധാരണ അക്ബറിനെ പോലെയുള്ള ആളുകൾക്കുണ്ട്. അക്ബർ തന്നെ അത് ചോദിക്കുന്നുണ്ട്, നമുക്ക് തന്നെ അവിടെ എത്ര സീക്രട്ട് ആയിട്ടുള്ള സ്ഥലങ്ങൾ അറിയാം എന്നുള്ളത് നെവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പം നെവിൻ ബിന്നിയെ ചൂസ് ചെയ്തു. ചൂസ് ചെയ്ത ശേഷം
ഇവരകത്ത് കയറി ഈ പറയുന്ന വൈൽഡ് കാർഡ് എൻട്രീസിനകത്ത് കയറി ഓരോ സാധനങ്ങളും നോക്കി വെക്കാനുള്ള ഒരു സമയം കുറച്ചധികം കൊടുത്തു എന്ന് തോന്നുന്നു. ബിഗ് ബോസ് തന്നെ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ള പണികളും കൂടി അതിലുണ്ട്, സൂക്ഷിക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ബിന്നിയും നെവിനും കൂടി ഇവരുടെ കണ്ണുകൾ കെട്ടുന്നു. അവർ പുറത്തേക്ക് ഇറങ്ങുന്നു. സാധനങ്ങളൊക്കെ വാരിക്കൊണ്ട് ഈ വൈൽഡ് കാർഡ് എൻട്രീസ് പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെ അവർക്ക് സംഭവിച്ചു പോയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കണ്ണ് കെട്ടി. പക്ഷേ കണ്ണ് കെട്ടി അവിടെ നിർത്തിയിട്ട് ഇങ്ങ് പോന്നു. അതൊരു ഭയങ്കര അബദ്ധമായിപ്പോയി. കാരണം ഈ കണ്ണ് കെട്ടിക്കഴിഞ്ഞാലും കണ്ണ് കെട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള ഏകദേശ കണക്ക് ഇവരുടെ മനസ്സിലുണ്ടാവുമല്ലോ. ഇത്ര കൈ അകലത്തിൽ അല്ലെങ്കിൽ ഇത്ര സ്റ്റെപ്പിൻ്റെ അപ്പുറത്ത് നമുക്കൊരു സാധനം ഉണ്ട്, അവിടെ നിന്ന് ഇത് വാരാം, അല്ലെങ്കിൽ ഓരോ ഡോറ് തുറക്കുന്നത്, ഇപ്പോൾ മുകളിലേക്ക് തുറക്കുന്നത്, സൈഡിലേക്ക് തുറക്കുന്നത്, സ്ലൈഡ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കൃത്യമായ കണക്കൊക്കെ ഇവർക്ക് മനസ്സിൽ വെക്കാൻ പറ്റും. ശരിക്കും അക്ബറിനെ പോലെയുള്ള ആളുകളൊക്കെ ചോദിച്ചതുപോലെ ഈ കണ്ണ് കെട്ടിയ ശേഷം ഒരു 3-4 റൗണ്ട് കറക്കി വിടാമായിരുന്നു, അല്ലെങ്കിൽ പല സ്ഥലത്തായി കൊണ്ട് നിർത്തിച്ച് നടത്തിച്ച് അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ കണ്ണ് കെട്ടി അവരെ അങ്ങ് ഫ്രീ ആക്കി വിട്ടു. അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പരമാവധി സാധനങ്ങളുമായി പുറത്തിറങ്ങാൻ പറ്റി. ആ സാധനങ്ങൾക്കൊപ്പം തന്നെ ഹൗസിലെ ബാക്കിയുള്ളവർക്കുള്ള പണികളും ഉണ്ടായിരുന്നു. ആ പണികളിൽ ഒരെണ്ണം, വളരെ പ്രധാനപ്പെട്ടൊരു പണി നെവിന് തന്നെ അവർ വെച്ച് കൊടുക്കുകയും ചെയ്തു. പണിപ്പുര ടാസ്കിൻ്റെ ഭാഗമായി ഇവർക്ക് കിട്ടിയ ഈ വൈൽഡ് കാർഡ് എൻട്രീസിന് കിട്ടിയ ആദ്യത്തെ പണി, ഒരാൾ ബിഗ് ബോസ് പറയുന്നത് വരെ സൈലൻ്റ് ആയിരിക്കുക, അല്ലെങ്കിൽ സംസാരിക്കാതെ ആംഗ്യ ഭാഷയിൽ സംസാരിക്കുക എന്നുള്ളതായിരുന്നു. അതിനവർ സെലക്ട് ചെയ്തത് ക്യാപ്റ്റൻ നെവിനെയായിരുന്നു. ക്യാപ്റ്റനാണ് പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുകയും ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട ഒരാളാണ്. ആ ആളെ സൈലൻ്റ് ആക്കുക എന്നുള്ള അവരുടെ സ്ട്രാറ്റജി തരക്കേടില്ലാത്ത ഒന്നായിരുന്നു. അതിനോടൊപ്പം മറ്റൊരാൾക്ക് കൂടി പണി കൊടുക്കാം എന്ന് പറയുമ്പോൾ അവരതിന് സെലക്ട് ചെയ്യുന്നത് അനിമോളെയാണ്. അങ്ങനെ അനിമോൾ സൈലൻ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അനിമോൾ ആ ബിഗ് ബോസ് ഹൗസിൽ പിടിച്ച് നിൽക്കുന്നത് ഒന്നെങ്കിൽ താനൊരു വിക്റ്റിമാണ്, അയ്യോ പത്തോ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കുറിച്ച് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞു നടക്കുക. അനിമോൾ ഒരു കൃത്യമായ ഗെയിമൊക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ചെയ്യണം, ഇവിടുന്ന് ഇങ്ങനെയാണ് പോകേണ്ടത്, ഇതാണ് ഞാൻ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന ഒരു പ്ലാനും ഇല്ല. കുറച്ച് വർത്തമാനങ്ങൾ, അതിൽ കുറച്ച് അശ്ലീലങ്ങളും സദാചാരവും പരിപാടിയും ഇതൊക്കെ ചേർത്തിട്ടുള്ള അനിമോളുടെ ഒരു കോൺവെർസേഷൻ പരിപാടിയാണ് ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അനിമോൾക്ക് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അനിമോൾ സൈലൻ്റ് ആയപ്പോഴേക്കും അനിമോളുടെ സ്ക്രീൻ ടൈം ആക്ച്വലി ഈ ഡൗൺ ടു 0 എന്ന് പറയുന്നത് പോലെ കുറയേണ്ടതായിരുന്നു. പക്ഷേ അപ്പാനി ശരത്ത് എന്ന് പറയുന്ന ഒറ്റ ആൾ ഈ ഒരു ദിവസം മുഴുവൻ അനിമോൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ കാരണമായ ഒരേ ഒരാൾ അപ്പാനി ശരത്താണ്. ആ പാവയും പിടിച്ച് ആ പെങ്കൊച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതറാൻ നോക്കുമായിരുന്നു. അത് നടക്കുകയുമില്ലായിരുന്നു. പക്ഷേ അപ്പാനി ശരത്ത് പുറകെ നടന്ന അനിമോളെ ഇറിറ്റേറ്റ് ചെയ്ത് ചീത്ത വിളിച്ച് അപ്പാനി ശരത്ത് സ്വന്തമായി സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ നോക്കിയതാണോ എന്നറിയില്ല. എന്തായാലും സൈലൻ്റ് ആയിരിക്കുമ്പോഴും അനിമോളെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ വഴിയാണ് അപ്പാനി ശരത്ത് തുറന്നിട്ട് കൊടുക്കുന്നത്. പിന്നെയാണ് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കളിക്കാൻ അറിയൂ എന്ന് ടീംമേറ്റ്സ് മുഴുവൻ തെളിയിച്ച ഒരു ടാസ്ക് ആരംഭിക്കുന്നത്. കിരീട യുദ്ധം എന്നാണ് ആ ഗെയിമിൻ്റെ പേര്. ആ ഹൗസിലുള്ള ആളുകളെയൊക്കെ 3 പേരടങ്ങുന്ന 7 ടീമുകളായി ഡിവൈഡ് ചെയ്യും. 3 പേരിൽ ഒരാൾ ക്യാപ്റ്റൻ ആയിരിക്കും, ബാക്കി 2 ആളുകൾ അവരുടെ സഹായികളായിരിക്കും. അപ്പോൾ ഈ ക്യാപ്റ്റന്മാരായി തിരഞ്ഞെടുക്കപ്പെടുന്ന 7 ടീമുകളിലെയും ക്യാപ്റ്റന്മാർക്ക് ഓരോ ക്യാപ്പ് കൊടുക്കും, തലയിൽ വെക്കാനുള്ള തൊപ്പി കൊടുക്കും. ഈ തൊപ്പി അവരുടെ അധികാരത്തിൻ്റെ, അവരുടെ എക്സിസ്റ്റൻസിൻ്റെയും കൂടി ഭാഗമാണ്. അപ്പോൾ ഗെയിം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സഹായികളായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടത് അപ്പുറത്തുള്ള ടീമിൻ്റെ ക്യാപ്റ്റന്മാരുടെ തൊപ്പി പിടിച്ച് വാങ്ങിക്കുക എന്നുള്ളതാണ്, ആ തൊപ്പി സ്വന്തമാക്കുക എന്നുള്ളതാണ്. ബിഗ് ബോസ് പറയുന്നത് ഇതൊരു ഫിസിക്കൽ ടാസ്ക്കായി കാണരുത്, തന്ത്രപരമായി ആ 3 വാക്കുകൾ ശ്രദ്ധിക്കണം: ബുദ്ധി, യുക്തി, തന്ത്രം. ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൊപ്പി നേടണം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ 3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാവരും പിടിച്ചു പറിയുക, അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിമറിയൽ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്യാപ്റ്റൻ്റെ പ്രത്യേകത, ക്യാപ്റ്റന് സ്വന്തം ക്യാപ്പ് സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറൊരാളുടെ ക്യാപ്പ് പോയി പിടിച്ചു പറിക്കാനുള്ള അവകാശമില്ല. സഹായികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പോയി ചെയ്യേണ്ടത്. അങ്ങനെ ക്യാപ്പ് നഷ്ടപ്പെടുന്ന ഒരു ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ അയാളും അയാളുടെ 2 സഹായികളും മത്സരത്തിൽ നിന്ന് പുറത്താവുകയാണ് ചെയ്യുക. അങ്ങനെ ഫിസിക്കൽ ആവരുത് എന്ന് പറഞ്ഞ് തുടങ്ങിയ ഈ ഗെയിം ഏറ്റവും ഫിസിക്കലായി മാറുകയും ഒരുപാട് പരിക്കുകൾ പറ്റുകയും, ഷാനവാസ് എല്ലാവരോടും ഇപ്പോൾ തംസപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എല്ലാം നന്നായി വരട്ടെ എന്നുള്ളതാണ് പുള്ളിയുടെ എക്സ്പ്രഷൻ. കാരണം അനീഷിൻ്റെ കയ്യിൽ നിന്ന് ഒരു കടി കിട്ടി, പുള്ളിയുടെ കൈ മുറിഞ്ഞിരിക്കുകയാണ്. കൈമുറിയിൽ മാത്രമല്ല, ദേഹം മുഴുവൻ അനിമോൾ അടക്കമുള്ളവർ മാന്തി പറിച്ചു വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഷാനവാസിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി TT ഇഞ്ചക്ഷൻ എടുപ്പിക്കണം. കാര്യം അത്രയും പരിക്കുകൾ ആ ശരീരത്തിൽ പറ്റിയിട്ടുണ്ട്. അതിലേതെങ്കിലുമൊക്കെ സെപ്റ്റിക് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പുള്ളി വേറെ മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ജിസേലിൻ്റെ കൈയും കാലും ഒക്കെ മുറിയുന്നുണ്ട്. ജിസേലിൻ്റെ കൈ മുറിഞ്ഞതിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ ആദ്യം തന്നെ കൈ മുറിയാൻ സാധ്യതയുള്ള പോലത്തെ ഒരു പ്ലേറ്റും ഒരു കപ്പും പൊക്കി പിടിച്ചിട്ടാണ് ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഈ തൊപ്പിയായിട്ട് ചെന്ന് നിൽക്കുന്നത്. അതിൽ ആര് കയറി പിടിച്ചാലും ആരുടെയെങ്കിലും ഒരാളുടെ, ഞാൻ ആ സീൻ കാണുമ്പോഴൊക്കെ ആലോചിക്കുകയായിരുന്നു, ആര് തൊട്ടാലും ആരുടെയെങ്കിലും ഒരാളുടെ കൈ മുറി എന്നുള്ള അവസ്ഥയായിരുന്നു. എന്തായാലും പൊക്കി പിടിച്ചുകൊണ്ട് പോയ ജിസേലിൻ്റെ തന്നെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിക്കുക. അനീഷിന് മൂക്കിന് എന്തോ പറ്റി എന്നൊക്കെ പറഞ്ഞ് പുള്ളിയും ഭയങ്കര ടയർഡായി. അങ്ങനെ ഇതൊരു
ഹെവി ഫിസിക്കൽ ടാസ്ക് ആയിട്ട് മാറി. ഇതിനിടയിൽ ടീംമേറ്റ്സിൻ്റെ എല്ലാം ഇടയിൽ ഒരു പരാതി ഉണ്ടായിരുന്നത് ലക്ഷ്മി വളരെ ഫിസിക്കലാവുന്നു, അതായത് ദേഹത്ത് മാന്തുന്നു, നഖം ഉപയോഗിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പരാതികളുണ്ടായിരുന്നു. ഇവരൊക്കെ ഈ സർക്കസ് കാണിക്കുന്നത് 3 സൂപ്പർ പവറുകളിൽ ഏതെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഏറ്റവും അവസാനം ക്യാപ്പ് കയ്യിലുള്ള ആളുകൾക്ക് കിട്ടുന്ന, ക്യാപ്റ്റന് കിട്ടുന്ന 3 സൂപ്പർ പവറുകൾ. ഒന്ന് സൂപ്പർ നോമിനേഷനാണ്. വരുന്ന 3 ആഴ്ചകളിൽ അവർക്ക് ഒരാളെ ഡയറക്റ്റ് നോമിനേഷനിൽ ഇടാൻ പറ്റും. 2 സൂപ്പർ ഇമ്മ്യൂണിറ്റിയാണ്. അതായത് ആ സൂപ്പർ പവർ കിട്ടിയാൽ പിന്നീടുള്ള 3 ആഴ്ച അവർ നോമിനേഷനിൽ വരുന്നില്ല. 3ാമത്തത് സൂപ്പർ ഫാമിലി പവറാണ്. ഈ സൂപ്പർ പവർ ആർക്കാണോ കിട്ടുന്നത് അവർ ഫാമിലി വീക്കിൻ്റെ സമയത്ത് ഇവിടെ ഈ ബിഗ് ബോസ് ഹൗസിലുണ്ടെങ്കിൽ അവരുടെ ഫാമിലി ഒരാഴ്ച ഇവർക്കൊപ്പം ഈ ഹൗസിലുണ്ടാവും. ഈ സൂപ്പർ പവർ കിട്ടിയിട്ടുള്ളവർ ഈ സൂപ്പർ പവർ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടുന്ന് പുറത്താവുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട്. അപ്പോൾ ഇതിൽ ലക്ഷ്മി മാത്രമാണ് പിന്നീട് കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ പിറ്റേ ദിവസത്തെ ഗെയിമിനിടയിൽ ജിഷിനോടൊരു ഗെയിം പ്ലാൻ പറയുന്നത്. അതായത് നെവിൻ്റെ സഹായികളാണ് ലക്ഷ്മിയും ജിഷിനും. നെവിൻ ഈ തൊപ്പി കൈ കിട്ടി ഈ മത്സരം തുടങ്ങുമ്പോൾ അപ്പം മുങ്ങും, ഏതെങ്കിലുമൊക്കെ ഒരു കോണിൽ പോയി ഒളിച്ചിരിക്കുക എന്നുള്ളതാണ് നെവിൻ ചെയ്യുന്നത്. ബാക്കി എല്ലാവരും തൊപ്പിയിൽ ആരും തുടരുന്നത് കൊണ്ട് പബ്ലിക്കായി ചെന്നിരിക്കുകയും ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ പുറത്ത് കയറി പിടിക്കുകയും മുടിയും മീശയും താടിയെല്ലാം പിടിച്ച് വലിച്ച് മാന്തി പറിച്ചൊരു ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. നെവിൻ വളരെ സുരക്ഷിതമായി എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ലക്ഷ്മി ജിഷിന് പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ എങ്ങനെയാണ്, നമ്മൾ ഒരുപാട് ആക്റ്റീവായി ബാക്കിയുള്ളവരുടെ തൊപ്പി പിടിച്ച് പറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചു കഴിയുമ്പോഴാണ് നമ്മളിങ്ങനെ ഒരു ടീം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഇവർ ഓർക്കുക. അങ്ങനെ വരുമ്പോൾ നെവിൻ എവിടെയെന്ന് അവർ അന്വേഷിച്ച് വരാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോ ഇങ്ങോ ഇല്ലാതെ അങ്ങനെ നിൽക്കുകയാണ് വേണ്ടത്. എന്നാൽ അതേസമയം 2 ടീമുകൾ തമ്മിൽ മത്സരം മുറുകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ ഫിസിക്കലി ആരോടും അഗ്രസീവായി പെരുമാറുകയോ ഒന്നും ചെയ്യരുത് എന്ന് ലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നത്. അത് ആക്ച്വലി ഒരു നല്ല സ്ട്രാറ്റജി ആയിരുന്നു. കാരണം ബാക്കിയുള്ള ടീമുകൾ തമ്മിൽ തല്ലി തീരുന്നത് വരെ നമുക്കിവിടെ സേഫായി നിന്ന് പോകുക എന്ന് പറയുന്നൊരു സ്ട്രാറ്റജിയാണത്. പക്ഷേ ജിഷിൻ്റെ അവസ്ഥ പരിതാപകരമായിരുന്നു. നമ്മളെ ജയിക്കുള്ളൂ, നമ്മൾ അങ്ങനെയാണ്, പിന്നെ ഈ ഫിസിക്കലിൻ്റെ കാര്യം എനിക്കങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ജിഷിൻ മുന്നോട്ട് പോകുന്നത്. ആക്ച്വലി അതൊരു നല്ല പ്ലാനായിരുന്നു. പക്ഷേ ഈ പറയുന്ന അഗ്രഷൻ കാണിക്കുക, പിന്നെ ഞാൻ കരുത്തുള്ള ഒരാളാണെന്നുള്ള തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അതൊക്കെയാണ് ഇവരെ കൊണ്ടുവന്ന് അബദ്ധത്തിൽ ചാടിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. ഈ കിരീട യുദ്ധത്തിൻ്റെ റെസ്റ്റിംഗ് ടൈമിൽ ഒരു സമയത്ത് ആര്യൻ പറയുന്നൊരു ജോക്കുണ്ട്. ആര്യൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജോക്ക് പറയേണ്ട അടുത്ത് സീരിയസ് ആയി സംസാരിക്കുകയും സീരിയസ് ആയി സംസാരിക്കേണ്ട അടുത്ത് ഒരു ബോധമില്ലാത്ത പോലെ ജോക്ക് പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പാനി ശരത്തും ജിഷിനും കൂടി ഇരിക്കുന്ന സമയത്ത് ആര്യൻ പറയുന്നൊരു തമാശയുണ്ട്. അത് പിന്നീട് പുള്ളി വന്ന് പറയുന്നുണ്ട്. അതിനെ അക്ബറാണ് ആക്ച്വലി ആദ്യം എതിർക്കുന്നത്. ഈ മത്സരത്തിൻ്റെ ഇടയ്ക്ക് രേണു സുധി വരികയാണെന്നുണ്ടെങ്കിൽ രേണു എത്രയും പെട്ടെന്ന് സുധിച്ചേട്ടൻ്റെ അടുത്തേക്ക് പോകും എന്നുള്ളതാണ് ആര്യൻ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫിസിക്കൽ ടാസ്ക്കായി മാറിയിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങളുണ്ട്. രേണു അതിൻ്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് രേണുവിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും എന്നുള്ളതാണ്. അതിനെ ഈ മരിച്ചുപോയ ഒരാളുമായി, അവരുടെ ഭർത്താവുമായി വളരെയധികം ഇമോഷണലി അവരും അതുപോലെ സുധിയെ സ്നേഹിച്ചിരുന്ന, കൊല്ലം സുധിയെ സ്നേഹിച്ചിരുന്ന ആളുകളൊക്കെ കാണുന്നൊരു പ്രോഗ്രാമിൽ ഈ സുധിയെ ഒരു തമാശയുടെ ഭാഗമായി ചേർത്ത് വെക്കാൻ ആര്യൻ എങ്ങനെയാണ് കഴിയുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് തോന്നി. എങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കാൻ പറ്റുകയെന്ന്. അത് അക്ബർ ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ പറയരുത്, അത് മനുഷ്യപ്പറ്റില്ലാത്ത വർത്തമാനമാണെന്ന് പറയുമ്പോൾ ആര്യൻ തിരിച്ചു ചോദിക്കുന്നത് നിനക്ക് ജോക്ക് മനസ്സിലാവില്ലേ എന്നുള്ളതാണ്. ആര്യൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ ഈ സുധി, കൊല്ലം സുധി, അതുപോലെ രേണുവിൻ്റെ ഭർത്താവാണ്, അയാളിന്ന് ജീവിച്ചിരിപ്പില്ല എന്ന് പറയുന്ന ഇമോഷൻസിനൊന്നും അവിടെ പ്രാധാന്യമില്ല. ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ആരോഗ്യസ്ഥിതിയൊക്കെ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് അവർ കാലപുരിയിലെത്തും എന്ന് പറയുന്ന ഒരു തമാശ മാത്രമാണ് അയാൾ അവിടെ കണ്ടെത്തുന്നത്. അപ്പോൾ പോലും അത് തമാശയായി മാറുന്നില്ല. സുധിയുടെ പേര് പറഞ്ഞില്ലെങ്കിലും അതൊരു തമാശയായി മാറുന്നില്ല. ഒരാളെ അയാളുടെ ശാരീരിക അവസ്ഥയൊക്കെ വെച്ചുകൊണ്ട് ഇയാൾ ഇത്രയൊക്കെ ഉള്ളൂ, ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഈ ഒരു പെട്ടെന്ന് തട്ടിപ്പോവും എന്നൊക്കെ പറയുന്ന അങ്ങനെ അതിലൊരു തമാശ കണ്ടെത്താൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് ഒരുപാട് ആളുകളെ അതിനെ എതിർക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്തും ആര്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജിഷിൻ ചാടി വീഴുന്നുണ്ട്. ജിഷിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് ജിഷിന് ഭയങ്കര വിഷമമാണ്, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയും. പക്ഷേ മറ്റൊരാളുടെ പേഴ്സണൽ കാര്യത്തിനെ ചൂണ്ടിക്കാണിക്കുക, അതിനെക്കുറിച്ച് കുറ്റം പറയുക, അതിലൊന്നും ജിഷിന് യാതൊരു കുഴപ്പമില്ല. അക്ബറിൻ്റെ അടുത്ത് നിൻ്റെ അച്ചുവീടല്ല എന്ന് പറയാൻ കാണിക്കുന്ന അതേ ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് ഇതൊരു തമാശയായി കണ്ടൂടെ എന്ന് ചോദിച്ച് അക്ബറിൻ്റെ അടുത്ത് അയാൾ വീണ്ടും ചെല്ലുന്നത്. എന്തായാലും ആര്യന് ബാക്കി എല്ലാവരും പറയുന്നതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഒരു ബോധോദയം ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം രേണുവിനോട് ചെന്ന് മാപ്പും പറയുന്നുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ നല്ല കോൺവെർസേഷൻ സംഭവിക്കുന്നത് അത് ജയിലിൽ വെച്ചിട്ടാണ്. അനുമോളും ജിസയിലും എല്ലാ ദിവസവും 2 മണിക്കൂർ വെച്ച് ജയിലിൽ കിടക്കാൻ നിർബന്ധിതരായ ആളുകളാണ്. അവർ ജയിലിൽ വെച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുക, സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ജയിൽ ടാസ്കിൽ അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ പോയി ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷേ ഒരു നല്ല കോൺവെർസേഷൻ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നില്ല
നടക്കുന്നത് ജിസേലിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമാണ് എന്നാണ് ഫീൽ ചെയ്യുന്നത്. അതിനൊരു നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ജിസേൽ അനുമോളോട് സംസാരിക്കുന്ന ഒരു രീതിയാണ്. ഇപ്പം ജിസേൽ ബാക്കിയുള്ള ആളുകളോട്, പ്രത്യേകിച്ച് അവിടെയുള്ള പെൺകുട്ടികളോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് എവിടെയൊക്കെ ഒരു സിസ്റ്റർലി ഫിഗർ, അതായത് നമ്മളെ കെയർ ചെയ്യുന്ന, നമ്മളോട് കൈൻഡായിട്ട് സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടർ അത് അവരുടെ സ്വഭാവത്തിലുള്ളതാണെന്ന് തോന്നുന്നു. എല്ലാവരോടും കുറച്ച് മനുഷ്യപ്പറ്റോടുകൂടി പെരുമാറുക എന്ന് പറയുന്ന ഒരു രീതി. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നൊരു കെയർ ഉണ്ടാകുന്നുണ്ട്. ആ കെയർ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു സംസാരമാണ് അനുമോളോട് ജിസേൽ നടത്തുന്നത്. ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഓൾറെഡി പുറത്തായിട്ടുള്ള കലാഭവൻ സരികയൊക്കെ ആണെങ്കിലും ജിസേലിനെ കുറിച്ച് നല്ലതാണ് പറയുന്നത്. ഒരുമിച്ച് ഇത്രയും ദിവസം താമസിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം ഒരാളെക്കുറിച്ച് അത്രയും നല്ലതായി സംസാരിക്കണമെങ്കിൽ അത്രയും നല്ലതായി ഫീൽ ചെയ്യണമല്ലോ. അത് ശരിക്കും ഉള്ളതാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കോൺവെർസേഷനാണ്. അനുമോളോട് ജിസേൽ പറയുന്നത്, നീ വാശി എന്നുള്ള പേരിൽ കാണിക്കുന്നതൊക്കെ റിവഞ്ചാണ്. അതായത് വാശി കൊണ്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്ന, വാശി എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനുണ്ടാകുന്നൊരു കാര്യമല്ലേ നമുക്ക് തോന്നും. പക്ഷേ വാശിയായി അനുമോളി കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതികാര ബുദ്ധിയാണ് എന്നാണ് ജിസേൽ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോൺസിക്വൻസസ് നീ ഓർക്കുന്നില്ല എന്നാണ് അനുമോളോട് പറയുന്നത്. മറ്റുള്ളവർക്ക് എങ്ങനെ ഹേർട്ടാവും എന്ന് നീ ഓർക്കുന്നില്ല. ഹ്യൂമൻ ഇമോഷൻസിന് വാല്യൂ കൊടുക്കുന്നില്ല. നീ സെൽഫിഷായാണ് ചിന്തിക്കുന്നത്. വിക്ടിം കാർഡ് കളിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ പറയുന്ന സമയത്തും അനുമോൾ കണ്ണ് നിറയ്ക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നീ എന്തോരം അഴുക്കഴുക്ക് കാര്യങ്ങൾ ചെയ്യും എന്ന് ജിസേൽ ചോദിക്കുന്നുണ്ട്. അത് ജിസേലിൻ്റെ ഭാഷയിൽ നമ്മളതിനെ നമ്മുടെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് വരുമ്പോൾ നീ വളരെ മോശമായിട്ടാണ് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത്. ആളുകളുടെ ഇമോഷൻസിനെ കുറിച്ച് ചിന്തിക്കാതെ വളരെ സെൽഫിഷായി തൻ്റെ അന്നേരത്തെ വിജയത്തിന് വേണ്ടിയിട്ടും പിന്നെ കാര്യങ്ങൾ ഉള്ളിൽ വെച്ച് പ്രതികാര ബുദ്ധിയോടുകൂടിയും കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് അനുമോൾ കരയാണ്. നീ നിൻ്റെ വാശി, റിവെഞ്ച് ഒന്ന് കൺട്രോൾ ചെയ്യും. കരച്ചിൽ കാർഡ് പുറത്തെടുത്ത് സിനിമയിലെ ക്യാരക്ടർ പോലെ പ്രേക്ഷകരുടെ സപ്പോർട്ട് എടുക്കല്ലേ. എല്ലാം ചെയ്തിട്ട് ഇന്നസെൻറ്റ് കാർഡ് കളിക്കല്ലേ എന്നാണ് ജിസേൽ പറയുന്നത്. നീ ഇത്രയും അലിഗേഷൻസ് എന്നെയും ആര്യനെയും പറ്റി പറഞ്ഞിട്ട് ഒരു സോറി പറയില്ലേ എന്ന് അനുമോളോട് ചോദിക്കുന്നുണ്ട്. അതായത് അനുമോളുടെ സ്ട്രാറ്റജി മുഴുവൻ ജിസേൽ അതുപോലെ എടുത്ത് മുന്നിലേക്ക് വെക്കുകയാണ്. ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാനൊരു പാവമാണ് എന്ന് പറഞ്ഞൊരു കരച്ചിൽ കാർഡ് ഇറക്കുക, ഒരു വിക്ടിം കാർഡ് ഇറക്കുക, ഞാൻ ഇന്നസെൻ്റ് ആണ് എന്ന് പറഞ്ഞു വെക്കുക എന്ന് പറയുന്നത് അനുമോൾ ചെയ്യുന്ന കാര്യമാണ്. ശരി, എന്നെയും ആര്യനെയും കുറിച്ച് ഇത്രയും അലിഗേഷൻസ്, വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അനുമോൾ പറഞ്ഞത്. എന്നിട്ട് നിനക്കൊരു സോറി പറയാൻ പറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ അനുമോൾ ഇല്ല എന്നാണ് പറയുന്നത്. ആ സമയത്തുള്ള ജിസേലിൻ്റെ മറുപടിയാണ് ഏറ്റവും എനിക്ക് വളരെ ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ തോന്നുന്നത്. കാരണം ഇത്രയും മോശമായി തന്നെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്ന ഒരാളോട് ഒരുപക്ഷെ എത്ര ദേഷ്യം വേണമെങ്കിലും ഉണ്ടാകാവുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ ജിസേലിൻ്റെ സ്ഥാനത്ത് അക്ബറിനെയോ ഷാനവാസിനെയോ ഒക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ, അതായത് തുടക്കത്തിലുള്ള അക്ബറിനെയോ ഷാനവാസിനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ജിസേൽ എത്ര ഡീസൻ്റ് ആയിട്ടാണ് ഇത് കൈകാര്യം ചെയ്തതെന്ന്. എന്നോടും ആര്യനോടും നിനക്ക് സോറി പറയാനില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്ന അനുമോളോട് അപ്പം നീ നല്ല മനുഷ്യനല്ല എന്നാണ് ജിസേൽ പറയുന്നത്. കാര്യം വളരെ സിമ്പിളാണ്. നിങ്ങളൊരു നല്ല മനുഷ്യനാണെങ്കിൽ നിങ്ങളിതിന് മാപ്പ് പറയൂ. ആ ഒരു കോൺവെർസേഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് അനുമോൾ ആ സമയത്ത് ജിസേലിൻ്റെ കൈ പിടിച്ചിട്ട്, വേണ്ട കൈ പിടിക്കണ്ട, ജിസേലിൻ്റെ മുഖത്ത് നോക്കിയിട്ട്, ജിസേൽ അന്ന് ഞാൻ നിന്നെയും ആര്യനെയും കുറിച്ച് പറഞ്ഞതിൽ എനിക്ക് കുറ്റബോധമുണ്ട്, ഞാൻ കുറച്ചും കൂടി മനസ്സിലാക്കണമായിരുന്നു, ഐ എം സോറി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ജിസേൽ ആ സ്പോട്ടിൽ ക്ഷമിച്ചേനെ. കാര്യം ഈ സംസാരിച്ചുകൊണ്ട് വരുന്നത് കാണുമ്പോൾ അത് ആ കുട്ടിയുടെ വാശിയല്ല, അത് റിവെഞ്ചാണ്. അപ്പോൾ അവളുടെ മാനസികാവസ്ഥയിൽ അവൾ കാര്യങ്ങൾ ഇങ്ങനെയാണ് നോക്കിക്കാണുന്നത്. ഹ്യൂമൻ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു സെൽഫിഷായി ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷേ അയാൾക്ക് തിരുത്താനുള്ളൊരു സ്പേസ് ഉണ്ട് എന്നാണ് ജിസേൽ അനുമോളോട് പറയുന്നത്. പക്ഷേ അനുമോൾ ആ സ്പേസ് എടുക്കാൻ തയ്യാറാവുന്നില്ല. അത് അനുമോൾക്ക് സംഭവിച്ചൊരു വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. അതേസമയം ജിസേൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു നല്ല വശവുമാണ്. ഇതിനിടയിൽ അനുമോൾ ജിസേലിനോട് പറയുന്നുണ്ട്, ജിസേൽ ഇവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ആദ്യം മുതലുള്ള എല്ലാ എപ്പിസോഡും ഇരുന്ന് കണ്ടു നോക്കണമെന്ന്. അങ്ങനെ ആ ഹൗസിലുള്ള ആരും ചെയ്യാതിരിക്കുന്നതാണ് അനുമോൾക്ക് ബെറ്റർ എന്നെനിക്ക് ചില സിറ്റുവേഷൻസൊക്കെ ഒന്ന് തിരിച്ചോർത്തെടുക്കുമ്പോൾ തോന്നുന്നുണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നെവിൻ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഭാഗമായിട്ടിരുന്ന് സംസാരിക്കുന്ന സമയത്ത് നെവിൻ്റെ തീരുമാനത്തിന് എല്ലാവരും ചോദ്യം ചെയ്തതിന് ശേഷം നെവിൻ പറയുന്നുണ്ട്, ഇവിടുത്തെയൊക്കെ ഗ്രൂപ്പുകളൊക്കെ പൊളിക്കാൻ സമയമായിട്ടുണ്ട്, ഗ്രൂപ്പുകളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, മലയാളി മംഗ ഗ്രൂപ്പ് അടക്കം കുറേ ഗ്രൂപ്പുകളുടെയൊക്കെ പേര് നെവിൻ എടുത്ത് പറയുന്നുണ്ട്. അപ്പം നെവിൻ്റെ ഇതുവരെയുള്ള രീതിയൊക്കെ വെച്ച് അങ്ങനെ ഗ്രൂപ്പുകൾ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ ഒക്കെ പുള്ളി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ നെവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു മോശം കാര്യം, അല്ലെങ്കിൽ നമുക്കത് കാണുന്ന സമയത്ത് നെവിൻ ഇതിങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിപ്പിച്ച ഒരു കാര്യം മസ്താനിയുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. മസ്താനിയും ലക്ഷ്മിയും ഇരിക്കുന്ന സമയത്ത് നെവിൻ അനുമോളും ജിസേലുമായി വന്ന് അഭിനയിക്കുകയാണ്. അപ്പം മസ്താനിയുടെ നിലവാരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, സ്വാഭാവികം, അതിനപ്പുറം നമ്മൾ അതിൽ കാര്യമായി പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ നെവിൻ്റെ ആ സമയത്തുള്ള റിയാക്ഷനാണ് എനിക്ക് കുറച്ചും കൂടി പ്രശ്നമായിട്ട് തോന്നിയത്. ജിസേലിനെ ആണെങ്കിലും അനുമോളെ ആണെങ്കിലും അവരുടെ ബോഡി മൂവ്മെൻറ്റ്സ് അതിനെയൊക്കെ ഒരു ഒബ്ജക്റ്റിഫിക്കേഷൻ
സിറ്റുവേഷൻ ലെവലിലേക്ക് നെവിൻ അവതരിപ്പിച്ചു എന്ന് തോന്നി. ഇപ്പോൾ അനുമോൾ പലതരം വൃത്തികേടുകൾ പറയാറുണ്ട്. ആ വൃത്തികേടുകൾ അതുപോലെ ആവർത്തിക്കുക എന്നുള്ളതല്ലല്ലോ അനുമോളെ വിമർശിക്കാൻ വേണ്ടുന്ന ഒരു രീതി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ചില കാര്യങ്ങളിൽ നെവിൻ കുറച്ചും കൂടി ഒന്ന് കൺട്രോൾഡായി ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി. അതുപോലെ മസ്താനിയെ കൂടി ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്ക് കേട്ടോ. ചെറുതായിട്ട് ശ്രദ്ധിക്കാനേ ഉള്ളൂ. വലിയ കാര്യമായി മസ്താനിയിൽ നിന്ന് കണ്ടന്റ് ഒന്നും ഉണ്ടാകുന്നില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ബാക്കിയുള്ളവരെ കുറിച്ച് വൃത്തികേട് വിളിച്ച് പറയുക, അവരെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതല്ല, ഹരാസ് ചെയ്യുക എന്നുള്ളതായിരുന്നു മസ്താനിയുടെ ഒരു ഗെയിം പ്ലേ ഉണ്ടായിരുന്നു. അതിപ്പോൾ രേണുവിനോടാണെങ്കിലും അതിനുശേഷം മറ്റ് റെനെ അടക്കമുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്താണെങ്കിലും മസ്താനി ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളും അശ്ലീല പരിപാടികളും പിന്നെ പുറത്തുനിന്ന് കിട്ടിയിട്ടുള്ള അറിവുകളും ഇവിടെ കൊണ്ടുവന്ന് വിളമ്പരുത് എന്നുള്ള കൃത്യമായ വാണിംഗ് കിട്ടിയതിന് ശേഷം മസ്താനി സൈലൻ്റ് ആണ്. മസ്താനിക്ക് ആരോടും വഴക്കിടാനില്ല, ആരെക്കുറിച്ചും മാറിയിരുന്ന് എന്തെങ്കിലും പറയാനുമില്ല, ഒന്നുമില്ല. മസ്താനിയുടെ ഗെയിം തീർന്നു. മസ്താനി ആകെ പ്ലാൻ ചെയ്ത് വന്നിരുന്ന ഗെയിം പുറത്ത് നിന്ന് ഈ ഗെയിം കണ്ട് ഇവരെയൊക്കെ വിലയിരുത്തിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അവരെ ഓരോരുത്തരെയും പ്രൊവോക്ക് ചെയ്യാനുള്ള കുറച്ച് പോയിന്റ്സ് കണ്ടെത്തിക്കൊണ്ട് വന്നു. അത് ബിഗ് ബോസ് വിലക്കിയതോടുകൂടി മസ്താനിയുടെ ഗെയിം കഴിഞ്ഞു. ഇനി മസ്താനി ഒന്നേന്ന് ആലോചിച്ചുണ്ടാക്കണം എന്താണ് ഞാൻ ബിഗ് ബോസിൽ ചെയ്യേണ്ടതെന്ന്. ഷാനവാസ് അഡ്രസ്സ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമുണ്ട്. അത് എല്ലാ പ്രേക്ഷകരും ഒരുപക്ഷെ പറയാൻ ആഗ്രഹിക്കുന്നതായിരിക്കും. ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും അത് പറയാൻ ആഗ്രഹിച്ചു പോവാണ്. അനുമോളുടെ കയ്യിലിരിക്കുന്ന പാവ, ആ പാവയെ എല്ലാവരും എടുത്തെടുത്ത് എറിയുന്നുണ്ട്. അങ്ങനെ എറിയാൻ പ്രേക്ഷകനും ഒരുപക്ഷെ തോന്നാൻ സാധ്യതയുണ്ട്. അനുമോൾ ഇത്രയും നാൾ കൊണ്ടു നടന്നിരുന്നൊരു വലിയ ആയുധം എന്ന് പറയുന്നത് അനുമോളുടെ ക്യൂട്ട്നെസ് പരിപാടികളൊക്കെ ആയിരുന്നു. അതിപ്പോൾ റിയാലിറ്റി ഷോയിലും അതുപോലെയുള്ള പരിപാടികളിലൊക്കെ നമുക്കത് ധാരാളമായി അവർ ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷവും ഈ ക്യൂട്ട്നെസ് എലമെൻറ്റുകൾ വാരിയിടാനുള്ള പരമാവധി ശ്രമങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിനെ എല്ലാവരും ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ അനുമോൾ കൈ കൊണ്ടു നടക്കുന്നത് ആ പാവയാണ്. ആ പാവയെ വെച്ചുകൊണ്ടുള്ള ക്യൂട്ട്നെസ് പരിപാടികൾ എല്ലാവരും പറയുന്നുണ്ട്, ഈ ആ പാവയായിട്ട് ഇങ്ങനെ ഒരു ക്യൂട്ട്നെസ് വാരി വേദന നടന്നിട്ട് കാര്യമില്ല എന്നുള്ളത്. അത് കാഴ്ചയ്ക്കും അരോചകമായി തുടങ്ങിയിരിക്കുകയാണ്. അനുമോളെ കാണിക്കുമ്പോൾ കയ്യിലിരിക്കുന്ന പാവയും കൂടി ഒരു ഷോട്ടും കൂടി കാണിക്കും. ബിഗ് ബോസ് ഒരു റൂള് വല്ലതും കൊണ്ടൊന്ന് അതിനൊന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ക്യൂട്ട്നെസ്സിന് വേണ്ടി പാവയെ കൊണ്ടു നടന്നിട്ട് മാത്രം കാര്യമില്ലല്ലോ, പ്രവൃത്തിയിലും കൂടി ആ സാധനം വരണ്ടേ. ഈ വൈൽഡ് കാർഡ് എൻട്രി ആയി വന്നിട്ടുള്ള ആളുകൾക്ക് ഒരു ജീവിതകഥ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ കുറേശ്ശെ അവരുടെ ജീവിത കഥകൾ പറയുക. ആ കഥയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി ബാക്കി ഹൗസ് മേറ്റ്സിന് എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന കഥ അതാരാണോ പറയുന്നത് അവർക്ക് ഈ നോമിനേഷനിൽ നിന്ന് ഇളവ് കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവർ ഓരോരുത്തരും കഥയുടെ ഓരോ ഭാഗങ്ങൾ പറഞ്ഞ് ടീസ് ചെയ്യാണ്. ബാക്കി അടുത്ത ദിവസമൊന്നും അങ്ങനെയൊക്കെ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. പക്ഷേ അതിൽ എല്ലാ കഥയിലും കോമൺ ആയി ഫീൽ ചെയ്തൊരു കാര്യം, ഓർത്തെടുക്കാൻ നല്ലൊരു കുട്ടിക്കാലം ആർക്കും ഇല്ല എന്നുള്ളതാണ്. അത് ആക്ച്വലി ഇവരെല്ലാവരും ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം കാണിച്ചു കൂട്ടുന്ന പല കാര്യങ്ങളിലും നമുക്ക് വിയോജിപ്പുകൾ ഒരുപാടുണ്ട്. ഒട്ടും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ സംഭവിക്കുന്നുണ്ട്. അതിനെ ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ നല്ലൊരു കുട്ടിക്കാലം അനുഭവിക്കാൻ പറ്റാതിരുന്ന ആളുകൾ അവരൊരു പക്ഷേ പിന്നീട് അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ആ കുട്ടിക്കാലവുമായിട്ട് വളരെയധികം ബന്ധമുണ്ടാകും. പല അനുഭവങ്ങളും നമ്മുടെ സ്വഭാവത്തിനെ വളരെയധികം ബാധിക്കുമെന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള കുറേ കണക്ഷൻസ് ഉണ്ടാകും. ഞാൻ ആഗ്രഹിക്കുന്നത് ഇവരൊക്കെ അവരുടെ കുട്ടിക്കാലത്ത് സംഭവിച്ചിട്ടുള്ള ഈ പ്രശ്നങ്ങളിൽ നിന്ന് അതിപ്പോഴും ഒരു ട്രോമയായി കൊണ്ട് നടക്കുന്നതിൽ നിന്ന് നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ട് അതിൻ്റെ തെറാപ്പി ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് അതിൽ നിന്നൊന്ന് ഓവർകം ചെയ്തിട്ട് വന്നിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം തോന്നുന്നുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അത് പറ്റേണ്ടതാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് സാധിക്കേണ്ടതാണ്. വളരെ സുന്ദരമായ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഒന്നല്ല. ആ കുട്ടിക്കാലം മുതൽ നമ്മൾ പേറി നടക്കുന്ന ഒരുപാട് ഇമോഷണൽ ഒരു ബാണ്ടക്കെട്ട് നമ്മൾ തോളത്തിട്ടുകൊണ്ട് നടക്കുന്ന പോലെയാണ്. അതൊന്ന് ഫ്രീ ആക്കി വിടാൻ പറ്റിയാൽ നമുക്ക് കുറച്ചും കൂടി നന്നായി ഓടാൻ പറ്റും. നമുക്ക് കുറച്ചും കൂടി നന്നായി നിവർന്ന് നിൽക്കാനും പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കാനും ഒക്കെ പറ്റും. അത് ഇവർക്ക് പറ്റിയിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം തോന്നി. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കാണ്. ഇരുവശത്തു നിന്ന് നോക്കുമ്പോഴും വളരെ വളരെ മോശം എന്ന് തോന്നിപ്പിച്ച ഒരു കോൺവെർസേഷൻ ഈ ജയിൽ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് ബിന്നി വേഴ്സസ് അനുമോൾ കോൺവെർസേഷനിൽ സംഭവിക്കുന്നുണ്ട്. അതായത് തുടക്കം മുതലേ പലരും സംശയമായി ഒരു ഊഹാപോഹം പോലെ കൊണ്ടു നടന്നിരുന്ന ഒരു കാര്യമാണ്, ആര്യനും അനുമോളും തമ്മിലുള്ള ഒരു ലവ് ട്രാക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടന്നിരുന്നോ, അനുമോൾ അതിന് ഒരു എഫേർട്ട് ഇട്ടിരുന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. എന്തായാലും അനുമോളുമായി തെറ്റിപ്പിരിഞ്ഞ ശൈത്യ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ട് എന്നുള്ളത് പബ്ലിക്കായി ബാക്കി എല്ലാവരും കേൾക്കെ പറയുകയൊക്കെ ചെയ്തു. ഇതിപ്പം ശൈത്യ പറഞ്ഞുള്ള അറിവേ ബാക്കിയുള്ളവർക്കുള്ളൂ. അനുമോൾ ഡയറക്റ്റ് ഇത് ഏറ്റെടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഇത് തള്ളി പറഞ്ഞിട്ടില്ല. ആര്യനും ഇതൊരു സംശയം മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നാളുകളായി അനുമോളുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഫോൾട്ട് ഉണ്ട് എന്നുള്ള കാര്യം കേൾക്കാൻ കാത്തിരുന്ന ഒരു കൂട്ടം ആളുകളാണ് അവിടെയുള്ളത്. അവരുടെ അടുത്താണ് ശൈത്യ വന്ന് ഇങ്ങനൊരു അഫർമേഷൻ കൊടുക്കുന്നത്. അത് കേട്ട് കഴിയുമ്പോഴും അനുമോളെ അതിൻ്റെ പേരിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുക, ചോദ്യം ചെയ്യാൻ പോവുക. അനുമോളെ ഇങ്ങനൊരു കാര്യം ശൈത്യ പറഞ്ഞിട്ടുണ്ടോ, അത് ശരിക്കും എന്താ സംഭവം, നീ ഒരു ക്ലാരിറ്റി വരുത്തിയാൽ നന്നായിരിക്കും എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അവരെ ചോദ്യം ചെയ്യാൻ പോവുക എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ആര്യനും ജിസയിലും തമ്മിലുള്ള അവർ പുതപ്പിനിടയിൽ ചെയ്തു എന്ന്
അനുമോൾ പറഞ്ഞ കാര്യങ്ങൾ, അനുമോൾ അത് ഡീൽ ചെയ്ത രീതി ഉണ്ടല്ലോ, അതേ കാര്യം അനുമോളോട് ചെയ്യാൻ പോകുന്ന പോലെയാണ്. ജസ്റ്റ് ഒരു അസംഷൻ്റെ പുറത്ത് ഒരു തേർഡ് പാർട്ടി വന്ന് പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അനുമോളെ ചോദ്യം ചെയ്യാൻ പോകുന്നത് അതൊരു സദാചാരവാദി ചോദ്യം ചെയ്യാൻ പോകുന്നതുമായി വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത കാര്യമാണ്. ഇതാണ് ബിന്നിയുടെ ഭാഗത്തു നിന്ന് അവിടെ സംഭവിക്കുന്നത്. അത് വളരെ മോശമായൊരു കാര്യമാണ്. പക്ഷേ അതിന് അനുമോൾ കൊടുക്കുന്ന മറുപടി കൂടിയുണ്ട്. നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നും, അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ തോന്നും എന്നുള്ളതാണ്. അതായത് ബിന്നിയെ കുത്തി പറയുകയാണ്. ഇപ്പം ആര്യനുമായിട്ട് അനുമോൾ ഒരു ലവ് സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് ബിന്നിക്ക് തോന്നുന്നത് ബിന്നി അങ്ങനെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നൊരു കുത്തലാണ്. അവിടെ ആസ് എ പ്രേക്ഷകൻ നമ്മൾ ചിന്തിച്ചു പോകുന്നത് ആര്യനും ജിസയിലും തമ്മിൽ ഒരു പുതപ്പിനടിയിൽ ഒരുമിച്ച് കിടന്നപ്പോൾ അവിടെ മറ്റു പലതും നടന്നിട്ടുണ്ടായിരുന്നു എന്ന് അനുമോൾക്ക് തോന്നിയിരുന്നല്ലോ. ഈ ചെയ്യുന്നവർക്കാണ് തോന്നുന്നതെന്ന് പറയുമ്പോൾ അനുമോൾ എല്ലാ സൈഡും നമ്മൾ ആലോചിക്കേണ്ടതല്ലേ എന്ന് അനുമോളോടൊന്ന് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ അവരവിടെയും നമ്മളിവിടെ ആയിപ്പോയില്ലേ. ഉള്ള ടീമുകളെയൊക്കെ ഞങ്ങൾ ഇപ്പം തന്നെ പൊളിച്ചെടുക്കും എന്ന് പ്രഖ്യാപിച്ച് വന്ന ആളുകളായിരുന്നു നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രീസ്. എന്നിട്ട് അവരെല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന കാഴ്ചയാണ്. ആ ഒരു അസുലഭ സുന്ദര നിമിഷമാണ് നമുക്ക് വേണ്ടി ബിഗ് ബോസ് 31st ഡേയിൽ കാണിച്ചു തരുന്നത്. അതിൽ സാബുമാനെ നമുക്ക് കാണാൻ പറ്റില്ല. ബാക്കിയുള്ള 4 പേരും കൂടി ഇരുന്നാണ് ആ ഡിസ്കഷൻസൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലക്ഷ്മിയാണ് ആ ഡിസ്കഷൻ ലീഡ് ചെയ്യുന്നത്. ആ ഡിസ്കഷനിലെ ഏറ്റവും മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് ആസ് യൂഷ്വൽ വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഫാക്ടർ അത് ജിഷിൻ തന്നെയാണ്. റെനയുടെ സംസാരം കേട്ടാൽ ചെപ്പക്കുറ്റി അടിച്ച് തിരിക്കാൻ തോന്നുന്നു. അങ്ങനെയൊക്കെ ജിഷിൻ ഇരുന്ന് പറയുന്നുണ്ട്. ജിഷിൻ്റെ ഭാഷ ഒരു തരത്തിൽ ന്യായീകരിക്കാനാവാത്ത അത്രയും വളരെ മോശമായിട്ടുള്ള വളരെ സംസ്കാരശൂന്യമായ ഭാഷ എന്ന് തന്നെ പറയേണ്ട അതേ കാര്യമാണ് അയാൾ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവേ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വോട്ട് കിട്ടിയ ചരിത്രമുണ്ട്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമാണോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ഇവരിരുന്ന് പ്ലാൻ ചെയ്യുന്നത് നമുക്ക് ഗ്രൂപ്പായി തന്നെ അവിടെയുള്ള പല ആൾക്കാരെയും നമുക്ക് പൊളിച്ചെടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഷാനവാസ് വളരെ കണ്ണിങ് ആണ് എന്നുള്ള തിരിച്ചറിവിനോടൊപ്പം മസ്താനിയോട് ലക്ഷ്മി ചോദിക്കുന്നത് നിനക്ക് ബിന്നിയെ ടാർഗറ്റ് ചെയ്ത് കളിക്കാൻ പറ്റുമെന്നാണ്. ഇതിനിടയിൽ 2 കണ്ടസ്റ്റൻസിനെ പറ്റി വളരെ മോശമായിട്ടുള്ളൊരു വാക്ക് തന്നെയാണ് അവർ ഉപയോഗിച്ചത്. രേണു ആണെങ്കിലും ശൈത്യ ആണെങ്കിലും 2 പേരും വേസ്റ്റ് ആണ് എന്നുള്ളൊരു കാര്യമാണ്. ഇവർ ഈ സംസാരിക്കുന്നതൊക്കെ ഏറിയപ്പെടാൻ സാധ്യതയുള്ളതാണ് എന്ന് മനസ്സിലാക്കി തന്നെ ആയിരിക്കുമല്ലോ സംസാരിക്കുക. അപ്പോൾ 2 പേരെ അങ്ങനെ ഒരു വളരെ വേസ്റ്റ് എന്നൊക്കെയുള്ള പദപ്രയോഗം നടത്തുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശൈത്യയാണെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ ഔട്ടായി പോകും. അപ്പോൾ അത്രയും നാൾ മേക്കപ്പ് ഇട്ട് നടക്കാനുള്ള ആറ്റിറ്റ്യൂഡാണ്. രേണു ഈ ആൾക്കാർ നിർത്തുന്നതുകൊണ്ട് ഇങ്ങനെ നിലനിന്ന് പോരുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഓരോരുത്തരായിട്ട് പിടിക്കാം. നമ്മുടെ ഓരോ ചെറിയ വിജയങ്ങൾ, അതായത് ഇവർ ചെറിയ പണിപ്പുര ടാസ്കും ഒക്കെ ജയിക്കുന്നത് കാണുമ്പോൾ അവർ വല്ലാണ്ട് ഇറിറ്റേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു കാര്യം പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും എന്നൊക്കെയാണ് നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രീസ് ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്യുന്നത്. അതിലൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് അനാലിസിസ് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞത് തന്നെയാണ് ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ ഗ്രൂപ്പായി നിന്ന് തന്നെ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമം ആ ഹൗസിലുള്ള ബാക്കിയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഇവരുടെ ഈ വൈൽഡ് കാർഡ് എൻട്രീസിൻ്റെ ടീമിൽ ഈ സംസ്കാരം വളരെയധികം കുറവുള്ള ഭാഷ ഉപയോഗിക്കുന്ന ആളുകൾ കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് വളരെ ശക്തമായൊരു പ്രതിരോധം തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പ്ലാനൊക്കെ ഇട്ടതല്ലേ, പ്ലാൻ ഇട്ടതുപോലെയൊക്കെ നടക്കുമെന്ന് നമുക്ക് ഒരു ആശംസയൊക്കെ നേരാം. ഇതിനിടയിൽ ബിന്നിയും റെനയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനിലും റെന ബിന്നിയുടെ പല്ലടിച്ച് താഴിടാനാണ് തോന്നുന്നത് എന്നൊക്കെയുള്ള രീതിയിലൊരു സംസാരമുണ്ട്. ബിന്നിയുടെ ഭാഗത്ത് നിന്ന് വളരെയധികം പുച്ഛം തിരിച്ചു പോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും അങ്ങനെയുള്ള കുറച്ച് കോൺവെർസേഷൻസ് ഒക്കെ ആയിട്ട് 31st ഡേയും അവിടെ അവസാനിക്കുകയാണ്. വരും ദിവസങ്ങളിലുള്ള കാര്യങ്ങളും നമ്മൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു അഡ്വാൻസ് ഹാപ്പി തിരുവോണം കൂടി വിഷ് ചെയ്യാണ്. തിരുവോണം വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുക. കുടുംബമായിട്ട് സന്തോഷമായിട്ട്, കുടുംബമോ കൂട്ടുകാരോ നമുക്ക് ആരാണോ സന്തോഷം തരുന്നത് അവർക്കൊപ്പം വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് എന്നത്തെയും പോലെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഈ പറയുന്ന കാര്യങ്ങളോ മറ്റൊന്നും തന്നെ ഒരു സൈബർ ബുള്ളിങ്ങിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക. ഇതൊക്കെ ഇവരുടെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കും എന്ന് കരുതി ആശ്വസിക്കുക. പുറത്ത് വരുമ്പോൾ അവർക്ക് പേഴ്സണലി ബുദ്ധിമുട്ടുണ്ടാകുന്ന, അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ജീവിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ട്രോളുകൾ, മീമുകൾ, പോസ്റ്റുകൾ, അത്തരം കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.